ഹരേ കൃഷ്ണ. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിനത്തിൽ രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രി മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ പുണ്യാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചു. ഈ ദിനമാണ് അഷ്ടമി രോഹിണി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയായി കൊണ്ടാടുന്നത്. തൻ്റെ ഭൂഭാരം തീർക്കണമെന്ന ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരമാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ചത്. ഉഗ്രസേന മഹാരാജാവിൻ്റെ മക്കളായിരുന്നു കംസനും ദേവകിയും. എല്ലാവിധ സദ്ഗുണങ്ങളോടും കൂടിയാണ് ദേവകി വളർന്നതെങ്കിലും സഹോദരനായ കംസൻ ദുഷ്ടനും അക്രമവാസനയുള്ളവനുമായിരുന്നു. എങ്കിലും സഹോദരിക്ക് വിവാഹപ്രായമായപ്പോൾ കംസൻ അവൾക്കു ചേർന്ന ഒരു വരനെ കണ്ടുപിടിച്ചു. ശാരുക നാട്ടിലെ രാജാവായ വസുദേവരായിരുന്നു അത്. സഹോദരിയുടെ വിവാഹം വളരെ ആർഭാടപൂർവ്വം രാജ്യം മുഴുവനും കെങ്കേമമായി ആഘോഷിച്ചു. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്ന് ഒരു അശരീരി ഉണ്ടായി. അതിൽ കുപിതനായ കംസൻ വസുദേവരെയും ദേവകിയെയും തുറങ്കിലടച്ചു. അവർക്ക് ജനിച്ച 7 പുത്രന്മാരെയും കംസൻ വധിച്ചു. ദേവകി 8ാമതും ഗർഭം ധരിച്ചു. ശക്തമായ പേമാരിയും ഇടിമിന്നലും ഉള്ള ഒരു രാത്രി ദേവകി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ സമയം ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഈ കുഞ്ഞിനെ ദ്വാരകയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുവരിക അശരീരി കേട്ട് വസുദേവരും ദേവകിയും അത്ഭുത പരതന്ത്രരായി. കാരാഗൃഹത്തിന് കാവൽ നിന്നിരുന്ന ഭടന്മാർ പെട്ടെന്നുറക്കത്തിലേക്ക് വഴുതി വീണു. ദേവകിയുടെയും വസുദേവരുടെയും ചങ്ങലകൾ താനെ പൊട്ടി. കാരാഗൃഹവാതിൽ താനെ തുറന്നു. വസുദേവർ കുഞ്ഞിനെയും എടുത്ത് നടന്നു. ശക്തമായ പേമാരിൽ നിന്ന് സംരക്ഷണമേകാൻ നാഗരാജാവ് പണം കുടയായി പിടിച്ചു വഴികാട്ടി. കരകവിഞ്ഞൊഴുകിയ യമുന നദി വഴി മാറിക്കൊടുത്തു. അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ ദ്വാരകയിലെത്തിച്ച ശേഷം അവിടെ ജനിച്ച മായാദേവിയെ ദേവകിയുടെ അടുക്കിലെത്തിച്ചു. ആ നിമിഷം പ്രകൃതി മാറി കാരാഗൃഹം പഴയതുപോലെയായി. കുഞ്ഞിന്റെ ജനനം അറിഞ്ഞ് കംസൻ കാരാഗൃഹത്തിലെത്തി. കുഞ്ഞിനെ കയ്യിലെടുത്ത് വധിക്കാനൊരുങ്ങി. പെട്ടെന്ന് കുഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്നു. എന്നിട്ട് പറഞ്ഞു, കംസ, നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. നിന്നെ വധിക്കുന്നതിനായി സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ ദ്വാരകയിൽ സുഖമായി കഴിയുന്നുണ്ട്. അവൻ നിന്റെ അന്തകനാകും തീർച്ച. ഇത്രയും പറഞ്ഞ് ആ കുഞ്ഞ് അപ്രത്യക്ഷമായി. അശരീരിയാൽ കണ്ണൻ ദ്വാരകയിലുണ്ടെന്നറിഞ്ഞ കംസൻ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ വധിക്കണമെന്ന് തീരുമാനിച്ചു. അതിനായി അയാൾ പൂതന എന്ന രാക്ഷസിയെ മായാമോഹിനിയായി വേഷം ധരിപ്പിച്ച് ദ്വാരകയിലേക്ക് അയച്ചു. പൂതന അമ്പാടിയിലെത്തി. സുന്ദരിയായ ഒരു യുവതിയുടെ വേഷമായതിനാൽ അവളെ ആരും സംശയിച്ചില്ല. അവൾ കണ്ണനെ എടുത്തു സ്നേഹത്തോടെ ലാളിച്ചു. എല്ലാം മനസ്സിലാക്കിയ കണ്ണനാകട്ടെ പൂതനയെ നോക്കി തൻ്റെ കൊച്ചരി പല്ലുകൾ കാട്ടി ചിരിച്ചു. മറ്റാരും കാണാതെ പൂതന കണ്ണനെ വിഷം പുരട്ടിയ മുലയൂട്ടാൻ തുടങ്ങി. കണ്ണനാകട്ടെ ഒന്നും അറിയാത്തവനെ പോലെ വേഗം വേഗം കുടിച്ചു. പൂതന എത്ര ശ്രമിച്ചിട്ടും കുട്ടി വിട്ടുമാറിയില്ല. പൂതനയുടെ അവസാനത്തുള്ള ജീവരക്തം വരെ കുട്ടി കുടിച്ചുകൊണ്ടിരുന്നു. അവസാനം മായാസുന്ദരി ഭീകരരൂപം പൂണ്ട രാക്ഷസിയായി അലറിക്കരഞ്ഞുകൊണ്ട് ജീവനറ്റു വീണു. അപ്പോഴും കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പൂതനയുടെ ശരീരത്തിന് മുകളിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നീടൊരിക്കൽ ദ്വാരകയിൽ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി. അത് ആ പ്രദേശമാകെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. ഈ സമയം കണ്ണൻ വളർത്തമ്മയായ യശോദയുടെ ഒക്കത്തായിരുന്നു. ചുഴലിക്കാറ്റായി വന്നത് തൃണാവർത്തൻ എന്ന രാക്ഷസനാണെന്ന് കണ്ണന് ബോധ്യമായി. അമ്മയുടെ ഒക്കത്തിരിക്കുന്നതിനാൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്തിരിക്കെ കണ്ണന് പെട്ടെന്നൊരാശയം തോന്നി. കണ്ണൻ പതുക്കെ പതുക്കെ തൻ്റെ ഭാരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ഭാരം വർദ്ധിക്കുന്നതായി യശോദയ്ക്ക് തോന്നിയെങ്കിലും അവർ അത് കാര്യമാക്കാതെ ജോലി തുടർന്നു കൊണ്ടിരുന്നു. അവസാനം യശോദയ്ക്ക് കണ്ണൻ്റെ ഭാരം താങ്ങാനാവാതെ വന്നു. തളർന്ന യശോദ കണ്ണനെ താഴെയിരുത്തി. പെട്ടെന്ന് ചുഴലിക്കാറ്റ് കണ്ണനെയും ചുഴറ്റി ആകാശത്തേക്ക് ഉയർന്നു. യശോദ ഇത് കണ്ട് അലറിക്കരഞ്ഞു. ചുഴലിക്കാറ്റ് കണ്ണനെയും കൊണ്ട് കുറേ ദൂരത്തേക്ക് പോയി. ആദ്യം കണ്ണൻ വിട്ടുകൊടുത്തെങ്കിലും പിന്നീട് തൻ്റെ ശക്തി കാട്ടാൻ തുടങ്ങി. അവസാനം ചുഴലിക്കാറ്റിൻ്റെ ശക്തി നശിച്ചു. കണ്ണൻ ആ രാക്ഷസനായ ചുഴലിക്കാറ്റിനെ ഞെക്കിപ്പിഴിഞ്ഞു കൊന്നു. അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ ശാപനിമിത്തം തൃണാവർത്തൻ എന്ന രാക്ഷസനായി തീർന്ന പാണ്ഡുരാജാവിനെ കണ്ണൻ്റെ കൈകളാൽ ശാപമോക്ഷം ലഭിച്ചു. ഒരിക്കൽ അമ്പാടിലെത്തിയ ഗർഗമുനി 2 കുട്ടികൾക്കും പേര് വിളിച്ചു. രോഹിണിപുത്രനായ മൂത്തവൻ രാമൻ, നന്ദാത്മജൻ കൃഷ്ണനും. കുട്ടികൾ വളർന്നു വരികയാണ്. വളരും തോറും കണ്ണൻ്റെ കുസൃതി കൂടിക്കൊണ്ടേയിരുന്നു. കണ്ണൻ്റെ കുസൃതികൾ ഇഷ്ടപ്പെടാത്തവരായി അമ്പാടിയിൽ ആരും തന്നെ ഇല്ല. കണ്ണനും കൂട്ടുകാരും ചേർന്ന് ഗോപികമാരോട് കുറുമ്പുകാട്ടി അവരുടെ മൺവീടുകൾ പൊട്ടിച്ചു കളഞ്ഞു. ശേഷം കണ്ണൻ ആ മണ്ണുവാരി തിന്നാൻ തുടങ്ങി. പലതവണ കണ്ണൻ മണ്ണുവാരി തിന്നുന്നത് കണ്ട് കൂട്ടുകാർ ബലരാമനോടൊപ്പം ചേർന്ന് യശോദയുടെ അടുക്കൽ പരാതി പറഞ്ഞു. കണ്ണൻ്റെ കുറുമ്പ് കൂടുന്നത് കണ്ട യശോദ ഒരു വടിയുമായി കണ്ണൻ്റെ അടുക്കലെത്തി. കണ്ണ, നിനക്കിപ്പോൾ കുറുമ്പ് അല്പം കൂടുതലാണ്. നീ എന്തിനാണ് മണ്ണ് തിന്നുന്നത്?
നിനക്ക് അടി കൊള്ളാഞ്ഞിട്ടാണ്. യശോദ വടി ഓങ്ങിക്കൊണ്ട് കണ്ണൻ്റെ അടുക്കൽ പറഞ്ഞു. അമ്മേ, ഞാനല്ല, ഏട്ടനാണ് മണ്ണ് തിന്നത്. കണ്ണൻ കള്ളം പറയുന്നത് കണ്ട് കുട്ടികൾ കളിയാക്കി ചിരിച്ചു. എവിടെ കണ്ണ, വായ തുറക്കൂ, ഞാൻ കാണട്ടെ. മണ്ണ് തിന്നില്ലെങ്കിൽ വായിൽ മണ്ണു കാണില്ല, വേഗം തുറക്കൂ. യശോദ കോപം അഭിനയിച്ചു. പെട്ടെന്ന് കണ്ണൻ തൻ്റെ കുഞ്ഞിവായ തുറന്നു. വായക്കുള്ളിൽ 17 ലോകവും യശോദ കണ്ടു. അതിൽ ദ്വാരകയും അവിടെ കണ്ണനെയും കണ്ണൻ്റെ മുന്നിലിരിക്കുന്ന തന്നെയും തൻ്റെ കയ്യിലെ വടിയെയും കണ്ടു. അത്ഭുതപരതന്ത്രിയായ യശോദ അല്പസമയം ചലനമറ്റവളായി നിന്നു. പെട്ടെന്ന് വീണ്ടും കുസൃതി കാട്ടി കണ്ണൻ അമ്മയെ സമാധാനിപ്പിച്ചു. കണ്ണൻ്റെ ഇഷ്ടഭോജനമായിരുന്നല്ലോ വെണ്ണ. യശോദ എത്രമാത്രം വെണ്ണ കൊടുത്താലും കണ്ണന് തൃപ്തിയാകുമായിരുന്നില്ല. ഗോപസ്ത്രീകൾ അവരവരുടെ വീടുകളിൽ ഉറിയിൽ കെട്ടിത്തൂക്കുന്ന വെണ്ണ കണ്ണൻ കട്ടെടുത്ത് തൻ്റെ കൂട്ടുകാർക്കും പങ്കിട്ടു നൽകി ആരും കാണാതെ കഴിക്കും. കണ്ണൻ്റെ വെണ്ണമോഷണം സഹിക്കാൻ വയ്യാതെ ഗോപസ്ത്രീകൾ യശോദയുടെ പക്കൽ പരാതിയുമായി എത്തി. അയൽവീടുകളിൽ നിന്നും വെണ്ണ മോഷ്ടിക്കുന്നുവെന്നറിഞ്ഞ യശോദ കോപത്തോടെ കണ്ണനെ കാത്തിരുന്നു. കളി കഴിഞ്ഞെത്തിയ കണ്ണനെ പിടിച്ചു കെട്ടിയിടാനായി കൈകൾ ചേർത്ത് പിടിച്ചു. കയറിന് നീളം പോരാതിരുന്നതിനാൽ യശോദ ചെറു കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി കയറിന് നീളം കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ എത്ര കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടും കയറിന് ആദ്യത്തെ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം തൻ്റെ അമ്മ വിഷമിക്കുന്നത് കണ്ട കണ്ണൻ പരീക്ഷണം അവസാനിപ്പിച്ച് കയറിന് നീളം കൂട്ടിക്കൊടുത്തു. കൈകൾ രണ്ടും കൂട്ടിക്കെട്ടിയിട്ടും യശോദയ്ക്ക് കോപം തീർന്നില്ല. നിന്റെ കുസൃതി കൂടിക്കൂടി വരുന്നു, ഇനി എങ്ങും നീ പോകണ്ട എന്ന് പറഞ്ഞ് യശോദ കയറിൻ്റെ മറ്റേ അഗ്രം ഉരുളിൽ കെട്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി. യശോദയുടെ ദേഷ്യം തീർക്കാനായി കണ്ണൻ പതിയെ നടന്നു. കണ്ണൻ നീക്കുന്നതിനനുസരിച്ച് കയറും വലിയാൻ തുടങ്ങി. അവസാനം കണ്ണൻ്റെ ഒപ്പം ഉരലും നീങ്ങി തുടങ്ങി. ഉരലും വലിച്ചുകൊണ്ട് കണ്ണൻ ചുറ്റി നടന്നു. വീടിന് മുന്നിൽ നിന്നിരുന്ന 2 മരങ്ങളുടെ ഇടയിലൂടെ കണ്ണൻ നടന്നു. പക്ഷേ ഉരലിന് ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ പോരാൻ കഴിഞ്ഞില്ല. കണ്ണൻ ആഞ്ഞു വലിച്ചപ്പോൾ മരങ്ങൾ ഇരുവശത്തേക്കും ചെരിഞ്ഞു വീണു. അതിൽ നിന്നും കുബേരൻ്റെ മക്കൾ പുറത്തേക്ക് വന്നു. കണ്ണൻ തങ്ങൾക്ക് ശവമോക്ഷം നൽകി എന്ന് പറഞ്ഞ് കണ്ണനെ സ്തുതിച്ചുകൊണ്ട് അവർ പോയി. മരം മറിഞ്ഞു വീണ ശബ്ദം കേട്ട് യശോദ ഓടിയെത്തി. മരത്തിനു താഴെ കണ്ണനെ കണ്ട് യശോദ കരഞ്ഞുകൊണ്ട് കുട്ടിയെ വാരിയെടുത്തു. കണ്ണൻ്റെ കെട്ടഴിച്ച് കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. കണ്ണനെ തുരുതുര ഉമ്മ വെച്ചു. ഇനി കണ്ണനെ കെട്ടിയിടില്ലെന്ന് പറഞ്ഞ് ആവോളം വെണ്ണ നൽകി. പിന്നീട് ബലരാമനും കൃഷ്ണനും ചങ്ങാതിമാരോടൊപ്പം വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ പല അസുരന്മാരും കൃഷ്ണനെ വധിക്കാനെത്തി. എന്നാൽ കൃഷ്ണൻ അവരെയെല്ലാം നിഷ്പ്രയാസം വധിക്കുകയാണുണ്ടായത്. ഒരു ദിവസം ഗോപകുമാരന്മാർ കാലികളെ മേച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ കംസൻ അയച്ച ഒരു അസുരൻ അവിടെ എത്തി. അവൻ വലിയൊരു പാമ്പായിട്ട് കുട്ടികൾ പോകുന്ന വഴിയിൽ വായും പിളർന്ന് കിടന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതൊരു ഗുഹയാണെന്ന് കരുതി അതിലേക്ക് ഓടിച്ചെന്നു. അവരോടൊപ്പം കൃഷ്ണനും പാമ്പിൻ്റെ വായിലേക്ക് പോയി. കൃഷ്ണൻ കൂടി വായിലായതോടെ അസുരൻ വായി പൂട്ടാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ പതുക്കെ പതുക്കെ ഉയർന്നുകൊണ്ടിരുന്നു. കൃഷ്ണൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ അസുരൻ്റെ ശ്വാസങ്ങളെല്ലാം അടഞ്ഞു തുടങ്ങി. അധികം കഴിയും മുമ്പ് അവൻ്റെ ജീവൻ പോവുകയും കൃഷ്ണനും കുട്ടികളും പാമ്പിൻ്റെ വായിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. ഒരിക്കൽ കാളിന്തി തീരത്തെത്തിയ കൃഷ്ണൻ കുട്ടികളോട് പറഞ്ഞു, ചങ്ങാതിമാരെ അടുത്തു വരിൻ, നമുക്ക് ഊണ് കഴിക്കാം. കന്നുകാലികൾ പുലുള്ള സ്ഥലങ്ങളിൽ പോയി മേയട്ടെ. ഇത് കേട്ട കുട്ടികൾ കന്നുകാലികളെ നല്ല പുലുള്ള ദിക്കിലേക്ക് തെളിച്ചു വിട്ടു. അതിനുശേഷം എല്ലാവരും കൃഷ്ണൻ്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ സമയം കൃഷ്ണൻ്റെ ലീലകൾ കാണാൻ ബ്രഹ്മാവിന് വലിയ താല്പര്യം തോന്നി. അതിനാൽ അദ്ദേഹം ഒരു തമാശയ്ക്ക് വേണ്ടി പശുക്കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചു. കുട്ടികൾ ഉണ്ണുന്നതിനിടയിൽ കാലിക്കിടാങ്ങളെ നോക്കി. അപ്പോൾ ഒന്നിനെയും കാണുന്നില്ല. അതോടുകൂടി അവർ വല്ലാതെ ഭയപ്പെട്ടു. അവർ കാലികളെ അന്വേഷിച്ച് പോകാൻ നോക്കുമ്പോൾ കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ഊണ് കഴിക്കുന്നത് മുടക്കേണ്ട, ഞാൻ കാട്ടിൽ പോയി കന്നുകിടാങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഭക്ഷണത്തിന് ശേഷം കൃഷ്ണൻ കാട്ടിലേക്ക് ചെന്നു. അപ്പോൾ ബ്രഹ്മാവ് ഗോപകുമാരന്മാരെയും തൻ്റെ മായ കൊണ്ട് മറച്ചു. കൃഷ്ണൻ കാട് മുഴുവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ടും കന്നുകളെ കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നപ്പോഴാക്കട്ടെ കുട്ടികളെയും കാണാനില്ല. ഇതെന്താണിങ്ങനെ? കൃഷ്ണൻ ചിന്തിച്ചു. അപ്പോൾ ഉൾക്കണ്ണുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഈ തമാശകളെല്ലാം കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിനെയും ഒന്ന് പഠിപ്പിക്കണം, കൃഷ്ണൻ തീരുമാനിച്ചു. പിന്നെ താമസിച്ചില്ല, അതേ രൂപത്തിലുള്ള കാലിക്കിടാങ്ങളെയും ബാലന്മാരെയും സൃഷ്ടിച്ചു. അതിനുശേഷം എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചുപോയി. യാതൊരു സംശയവും ഉണ്ടായില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം ബ്രഹ്മാവ് കൃഷ്ണനെ കാണാൻ കാട്ടിലെത്തി. അപ്പോൾ മുമ്പത്തെ കന്നുകിടാങ്ങളെയും ബാലന്മാരെയും അതേ നിലയിൽ തന്നെ അവിടെ കാണുന്നു. താൻ ഒളിപ്പിച്ചു വെച്ചവരെല്ലാം അതിലുണ്ട്. അവരിൽ ശരിയായിട്ടുള്ളവർ ആരൊക്കെയാണ്? ആലോചിക്കുന്നതോറും ബ്രഹ്മാവ് കാര്യം അറിയാതെ കുഴങ്ങി. അതിനിടയിൽ കൃഷ്ണന്റെ മായ കൊണ്ട് ബാലന്മാരും കാലിക്കിടാങ്ങളും വിഷ്ണു രൂപങ്ങളായി തീർന്നു. മാത്രമല്ല, കാട്ടിലെ മരങ്ങൾ പോലും ആ നിലയിലായി. ബ്രഹ്മാവ് കൃഷ്ണന്റെ മായാവിലാസത്തിൽപ്പെട്ടു വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹത്തിന്റെ പാരവശ്യം കണ്ട് കൃഷ്ണൻ
മായയെ മറച്ചുവെച്ചു. അതോടുകൂടി ബ്രഹ്മാവ് സ്വസ്ഥനായി തീർന്നു. അദ്ദേഹം കൃഷ്ണന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു സ്തുതിക്കാൻ തുടങ്ങി. തന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ പൊറുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രായമാർ കളിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്തു ചെയ്യും? മറ്റു വീടുകളിലെ കുട്ടികളെ ഞാൻ എങ്ങനെ എത്തിച്ചു കൊടുക്കും? കന്നുകിടാങ്ങൾ ഒന്നിനെയെങ്കിലും കാണാതിരുന്നാൽ എനിക്ക് തല്ലുകിട്ടും. അടികൊണ്ട് ഞാൻ കരയുന്നത് കാണാമെന്ന് വിചാരിച്ചല്ലേ ഇപ്പോൾ വന്നത്? ഇത്തരത്തിൽ ബ്രഹ്മാവിനോട് തമാശകൾ പറഞ്ഞ് കണ്ണൻ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. നല്ല വെയിലുള്ള ഒരു ദിവസം കുട്ടികൾ കാളിന്തി നദീതീരത്ത് കാലികളെ മേയ്ക്കുകയായിരുന്നു. ദാഹിച്ചപ്പോൾ അവർ നദിയിലിറങ്ങി വെള്ളം കുടിച്ചു. ആ നദിയിൽ കാളിയൻ എന്ന ഒരു വിഷസർപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വിഷം കലർന്ന വെള്ളമാണ് കുട്ടികൾ കുടിച്ചത്. കുട്ടികൾ ബോധം കെട്ട് വീണു, കൂടെ പശുക്കളും. അപ്പോൾ അവിടെ എത്തിയ കൃഷ്ണൻ തൻ്റെ ചങ്ങാതിമാർ വീണുകിടക്കുന്നത് കണ്ട് വിഷമിച്ചു. കൃഷ്ണൻ തൻ്റെ മായാശക്തി കൊണ്ട് കുട്ടികളെയും പശുക്കളെയും ഉണർത്തി. നദീതീരത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൽ കയറി കൃഷ്ണൻ നദിയിലേക്ക് ചാടി. ആ ശബ്ദം കേട്ട് കാളിയൻ അവിടെ എത്തി. കൃഷ്ണന്റെ മനോഹരമായ പാദങ്ങളിൽ കളിച്ചു. കൃഷ്ണന് യാതൊരു കൂസലുമില്ല. കൃഷ്ണന്റെ ധൈര്യം കണ്ട കാളിയൻ കൃഷ്ണനെ വീണ്ടും വീണ്ടും കടിച്ചു, കൂടാതെ വാലുകൊണ്ട് ചുറ്റുകയും ചെയ്തു. മകനെ അന്വേഷിച്ച് അവിടെ എത്തിയ നന്ദഗോപനും യശോദയും ഇത് കണ്ട് വെള്ളത്തിലേക്ക് ചാടാൻ നോക്കി. എന്നാൽ ബലരാമൻ അവരെ തടഞ്ഞു. അപ്പോൾ കണ്ണൻ കാളിയന്റെ തലയിൽ കയറി നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറേ നേരം നൃത്തം തുടർന്നപ്പോൾ കാളിയൻ അവശനായി. കണ്ണനോട് മാപ്പപേക്ഷിച്ചു. കാളിയന്റെ ഭാര്യമാരും കുട്ടികളുമൊക്കെ കണ്ണനെ തൊഴുതു. അപ്പോൾ കണ്ണൻ കാളിയനോട് ആ സ്ഥലം വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കാളിയൻ പറഞ്ഞു, ഗരുഡൻ ഞങ്ങളെ കണ്ടാൽ തിന്നുകളയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നത്. സൗരഭി മഹർഷിയുടെ ശാപമുള്ളത് കൊണ്ട് ഗരുഡൻ ഇവിടേക്ക് വരില്ല. അപ്പോൾ കൃഷ്ണൻ അവനെ സമാധാനിപ്പിച്ചു. അതായത്, എൻ്റെ പാദം ശിരസിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്നെ ഗരുഡൻ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ കാളിയനും കുടുംബവും കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് അവിടെ വിട്ടുപോയി. കണ്ണൻ തീരത്തെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ സമയം രാത്രി ആയതുകൊണ്ട് എല്ലാവരും കാളിന്തി തീരത്ത് തന്നെ അന്നു രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയായപ്പോൾ അവിടെ കാട്ടുതീ പരന്നു. അവർ കണ്ണനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. കണ്ണൻ ഉടനെ തന്നെ ആ തീ വെണ്ണ പോലെ വിഴുങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. ഗോപന്മാർ വർഷാവർഷം നടത്താറുള്ള ഇന്ദ്രപൂജയ്ക്കുള്ള ഒരുക്കമാണ്. അപ്പോൾ കണ്ണൻ അച്ഛനോട് എന്തിനാണ് ഇന്ദ്രപൂജ നടത്തുന്നത് എന്ന് ചോദിച്ചു. മഴയുടെ ദേവൻ ഇന്ദ്രനായതുകൊണ്ട് ഓരോ വർഷവും ഞങ്ങൾ ഇന്ദ്രപൂജ നടത്താറുണ്ട്. എങ്കിൽ മാത്രമേ ആവശ്യമായ മഴ ലഭിക്കുകയുള്ളൂ എന്ന് നന്ദഗോപർ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ ഇന്ദ്രപൂജയല്ല ചെയ്യേണ്ടത്. ഇന്ദ്രൻ മഴയൊന്നും പെയ്യിക്കുന്നില്ല. നമ്മൾ പശുക്കളെയും ഗോവർദ്ധനത്തെയുമാണ് പൂജിക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആലോചിച്ച് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി എന്നും കൃഷ്ണൻ പറഞ്ഞു. ഇതു കേട്ട് ഗോപന്മാർ ഇന്ദ്രപൂജയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഗോവർദ്ധന പൂജ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നാരദ മഹർഷി ദേവേന്ദ്രനെ സമീപിച്ച് ഗോപന്മാർ ഇന്ദ്രപൂജയ്ക്ക് പകരം ഗോവർദ്ധന പൂജ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതറിഞ്ഞ ഇന്ദ്രൻ കോപത്തോടെ മഴമേഘങ്ങളെല്ലാം കൂട്ടത്തോടെ അഴിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മഴ പെയ്ച്ച് അമ്പാടി മുഴുവനും സമുദ്രത്തിലാക്കും. ഗോവർദ്ധന പർവ്വതം തന്നെ അവരെ രക്ഷിക്കട്ടെ. അമ്പാടിയിൽ ശക്തമായ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. അതിഭയങ്കരമായ മഴ. അമ്പാടിയിലുള്ളവരെല്ലാം ഭയന്ന് കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കൃഷ്ണൻ ചിരിയോടെ അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഗോവർദ്ധനത്തിൻ്റെ അടുത്ത് ചെന്നു. തൻ്റെ ഇടത്തെ കൈയുടെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനത്തെ എടുത്തുയർത്തിയിട്ട് എല്ലാവരോടും അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോപന്മാരെല്ലാവരും അവരവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പശുക്കളെയും ഒക്കെ കൂട്ടി ഗോവർദ്ധനത്തിൻ്റെ അടിയിൽ ചെന്ന് നിന്നു. 7 ദിവസം നിർത്താതെ മഴ പെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അമ്പാടിയിൽ ഒന്നും സംഭവിച്ചില്ല. കാരണം കണ്ണൻ അവരുടെ കൂടെ ഉണ്ടല്ലോ. ഒടുവിൽ ഇന്ദ്രൻ തന്നെ തോൽവി സമ്മതിച്ചു. സ്വയം മഴ മതിയാക്കി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. കണ്ണൻ സാവധാനം പർവ്വതത്തെ താഴെ ഇറക്കി വെച്ചു. പിന്നീട് ഒരു ദിവസം രാത്രിയിൽ കണ്ണൻ ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി. ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ഗോപികമാരെല്ലാം കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ കണ്ണൻ്റെ കൂടെ പലവിധ വിനോദങ്ങളിൽ മുഴുകിയപ്പോൾ അവരുടെ അഹങ്കാരം വർദ്ധിച്ചു. ഇതറിഞ്ഞ കണ്ണൻ അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ അവരുടെ അടുത്തു നിന്നും മറഞ്ഞു കളഞ്ഞു. ഗോപികമാരാവട്ടെ കണ്ണനെ കാണാതെ വേവലാതിയായി. അവർ കണ്ണനെ വിളിച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട കണ്ണൻ്റെ മനസ്സലിഞ്ഞ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കൂടെ വീണ്ടും വിനോദങ്ങളിൽ മുഴുകി. ഒരു ദിവസം ഗോപന്മാർ ദേവീപൂജ നടത്തുകയായിരുന്നു. പൂജ കഴിയുമ്പോഴേക്കും രാത്രിയായതുകൊണ്ട് അവർ അന്ന് കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയായപ്പോൾ ഒരു പാമ്പ്
നന്ദഗോപനെ ചുറ്റുവരിഞ്ഞ് വിഴുങ്ങാൻ തുടങ്ങി. അച്ഛൻ്റെ നിലവിളി കേട്ട് കണ്ണനും മറ്റും ഓടി വന്നു. കണ്ണൻ പാമ്പിൻ്റെ മേൽ ഒരു ചവിട്ട് കൊടുത്തപ്പോൾ അത് ഒരു വിദ്യാധരനായി മാറി. എന്നിട്ട് കണ്ണനോട് തൻ്റെ കഥ പറയാൻ തുടങ്ങി. കുറച്ച് മഹർഷിമാരെ അപമാനിച്ച് ചിരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അയാൾ ഒരു പാമ്പായി മാറിയത്. ഇപ്പോൾ കണ്ണൻ്റെ ചവിട്ടേറ്റപ്പോൾ ശാപമോക്ഷം കിട്ടി. ഒരു ദിവസം നാരദമുനി കംസനോട് പറഞ്ഞു, നിന്റെ ശത്രുവായ കൃഷ്ണൻ അമ്പാടിയിലുണ്ട്. വസുദേവർ നിന്നെ ഭയന്ന് കൃഷ്ണനെ അമ്പാടിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവനാണ് പൂതനയെയും മറ്റും കൊന്നത്. അവൻ നിന്നെയും വധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ആദ്യം തന്നെ അവനെ വധിക്കണം, ഇല്ലെങ്കിൽ കാര്യം കുഴപ്പമാകും. ഇത് കേട്ട കംസൻ കോപിഷ്ഠനായി അവൻ വസുദേവരെയും ദേവകിയെയും വധിക്കാൻ ഒരുങ്ങി. നാരദമുനി കംസനെ തടഞ്ഞിട്ട് കൃഷ്ണനെയും രാമനെയും കൊട്ടാരത്തിലേക്ക് വരുത്താൻ പറഞ്ഞു. അതിനുള്ള പോംവഴിയായി ചാപപൂജയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉത്സവം നടക്കാൻ പോകുന്നുണ്ടെന്ന് രാജ്യത്ത് പ്രചരിപ്പിക്കാൻ പറഞ്ഞു. ഇത് കേട്ടാൽ അവർ തീർച്ചയായും ഇങ്ങോട്ട് വരും എന്ന് അവർക്കറിയാമായിരുന്നു. പിന്നെ അവരെത്തിയാൽ അവരെ വധിക്കാൻ മല്ലന്മാർക്കും ആനപ്പാപ്പാനും നിർദ്ദേശം കൊടുത്തു. പിന്നീട് അക്രൂരനെ അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചു. അക്രൂരൻ വഴിനീളെ കണ്ണനെയും ധ്യാനിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത്. സന്ധ്യയ്ക്കാണ് അക്രൂരൻ അമ്പാടിയിലെത്തിയത്. കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ അക്രൂരൻ ആ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ആലിംഗനം ചെയ്തു. നന്ദഗോപൻ അക്രൂരനെ സൽക്കരിച്ചു. അക്രൂരൻ താൻ വന്നതിൻ്റെ ഉദ്ദേശം അവരെ അറിയിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ കംസന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. മധുരയിലെത്തിയ ഉടനെ തന്നെ രാമകൃഷ്ണന്മാർ നഗരം കാണാൻ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് കംസന്റെ അലകുകാരൻ കംസന്റെ തുണികളുമായി അവിടെ മുന്നിലെത്തിയത്. കൃഷ്ണൻ അവനോട് വസ്ത്രങ്ങൾ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അലക്കുകാരൻ അവരെ അപമാനിച്ചു. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ കോപത്തോടെ അയാളുടെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങൾ പിടിച്ചു വാങ്ങി. രണ്ടുപേർക്കും ആവശ്യമായ വസ്ത്രങ്ങൾ എടുത്തു. ബാക്കി വസ്ത്രം അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുബ്ജ വരുന്നത് കണ്ടു. അവൾ കംസന്റെ കുറിക്കൂട്ടുകളുമായിട്ടാണ് വരുന്നത്. കൃഷ്ണൻ അവളുടെ അടുത്ത് ചെന്ന്, സുന്ദരി, നീ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഈ കുങ്കുമച്ചാറിൻ്റെ മണം കൊണ്ട് വലിയ കൊതി തോന്നുന്നു. ഇതിൽ നിന്നും കുറച്ച് ഞങ്ങൾക്കും പുരട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുബ്ജ കുറിക്കൂട്ടുകൾ കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു. കൃഷ്ണനും രാമനും ആവശ്യമുള്ളത് പുരട്ടി. ഇതിൽ സന്തോഷിച്ച കൃഷ്ണൻ അവളുടെ കൂന് മാറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. കൃഷ്ണൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ കാലിൽ ചവിട്ടിപ്പിടിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി. അത്ഭുതം! അവളുടെ കൂന് മാറിയിരിക്കുന്നു. അവൾ അതിസുന്ദരിയായി. കൃഷ്ണനെ വീട്ടിലേക്ക് അവൾ ക്ഷണിച്ചു. അപ്പോൾ അവളോട് പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. പിന്നീട് കൃഷ്ണൻ ചാപപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. നേരെ ഉള്ളിൽ കടന്ന് വില്ലെടുത്ത് പൊട്ടിച്ചു. വില്ല് പൊട്ടുന്ന ശബ്ദം കേട്ട് കംസൻ പോലും ഞെട്ടി വിളിച്ചു. പിന്നെ കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്ന മല്ലന്മാരെ തറപറ്റിച്ചു. ശേഷം കംസന്റെ കുവലയപീഠം എന്ന ആനയെ വധിച്ചു. എന്നിട്ട് ആനയുടെ കൊമ്പെടുത്ത് ഒന്ന് ജ്യേഷ്ഠനും ഒന്ന് തൻ്റെ കയ്യിലും പിടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കംസൻ പരിഭ്രമത്തിലായി. അവൻ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. കൃഷ്ണനും കംസന്റെ പിന്നാലെ ഓടി. എന്നിട്ട് അവൻ്റെ മേൽ ചാടി വീണു. രണ്ടുപേരും അതിശക്തമായി ഏറ്റുമുട്ടി. ഒടുവിൽ കൃഷ്ണൻ കംസനെ പിടിച്ച് തള്ളിയിട്ടു. മാറിൽ കയറിയിരുന്ന്. അപ്പോഴേക്കും കംസൻ മരിച്ചിരുന്നു. തുടർന്ന് അയാളുടെ ജീവൻ കൃഷ്ണനിലേക്ക് തന്നെ ലയിച്ചു ചേർന്നു. പിന്നീട് അവരോട് യുദ്ധത്തിന് വന്ന കംസന്റെ സഹോദരന്മാരെയൊക്കെ ബലരാമൻ നിഷ്പ്രയാസം വകവരുത്തി. ശേഷം രാമകൃഷ്ണന്മാർ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് അവരുടെ ചങ്ങലകളെല്ലാം അഴിച്ചുമാറ്റി ആലിംഗനം ചെയ്തു. കംസന്റെ അച്ഛനായ ഉഗ്രസേനനെ മധുരയിലെ രാജാവാക്കി. പിന്നെ നന്ദഗോപനെയും ചങ്ങാതിമാരെയും അമ്പാടിയിലേക്ക് മടക്കി അയച്ചു. അമ്പാടിയിൽ പശുക്കളെ മേച്ച് നടന്നതുകൊണ്ട് രാമകൃഷ്ണന്മാർക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വസുദേവർ വിദ്യാഭ്യാസത്തിനായി അവരെ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് അയച്ചു. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ കണ്ണൻ ഗുരുവിനോട് എന്താണ് ദക്ഷിണ വേണ്ടതെന്ന് ചോദിച്ചു. സമുദ്രത്തിൽ വീണു മരിച്ചുപോയ തൻ്റെ മകനെ തിരിച്ചു വേണം എന്ന് മഹർഷി കൃഷ്ണനോട് പറഞ്ഞു. അങ്ങനെ രാമകൃഷ്ണന്മാർ സമുദ്രത്തിലേക്ക് ചെന്ന് ഗുരുനാഥൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സമുദ്രം പറഞ്ഞു, ഞാനല്ല അവനെ വധിച്ചത്. ഇവിടെ ശംഖിൻ്റെ രൂപത്തിലുള്ള ഒരു അസുരൻ താമസിക്കുന്നുണ്ട്. അവനാണ് കുട്ടിയെ കൊണ്ടുപോയത്. രാമകൃഷ്ണന്മാർ ആ അസുരനെ കണ്ടെത്തി അവനെ വധിച്ചു. അവൻ്റെ ശരീരമായിരുന്ന ശംഖ് കൈക്കലാക്കി. ആ ശംഖാണ് കൃഷ്ണൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖ്. കുട്ടിയെ കിട്ടാതായപ്പോൾ അവർ യമലോകത്തേക്ക് പോയി യമദേവനെ കണ്ട് കുട്ടിയെ ആവശ്യപ്പെട്ടു.
യമദേവൻ സന്തോഷത്തോടെ കുട്ടിയെ വിട്ടുകൊടുത്തു. കൃഷ്ണൻ കുട്ടിയെ തൻ്റെ ഗുരുവിന് നൽകി. കംസന്റെ ഭാര്യമാരുടെ പിതാവാണല്ലോ ജരാസന്ധൻ. കംസൻ വധിക്കപ്പെട്ടതറിഞ്ഞ് ജരാസന്ധൻ കൃഷ്ണനോട് യുദ്ധത്തിനായി വന്നു. ജരാസന്ധൻ 17 പ്രാവശ്യം കൃഷ്ണനോട് യുദ്ധത്തിന് വന്നെങ്കിലും ഇതുവരെ ജയിച്ചിട്ടില്ല. ഇപ്രാവശ്യം വലിയൊരു സൈന്യത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ കൃഷ്ണൻ യാദവന്മാരെ രക്ഷിക്കാൻ വേണ്ടി സമുദ്രത്തിനോട് 12 യോജന ഭൂമി ആവശ്യപ്പെട്ടു. എന്നിട്ട് അവിടെ സമുദ്രത്തിന് നടുവിൽ മയനെ കൊണ്ട് ദ്വാരകാ നഗരം നിർമ്മിപ്പിച്ചു. എന്നിട്ട് കൃഷ്ണൻ തൻ്റെ യോഗബലം കൊണ്ട് യാദവന്മാരൊക്കെ അവിടെ എത്തിച്ചു. പിന്നെ പോയി ജരാസന്ധനെ നേരിട്ടു. ജരാസന്ധനെ സഹായിക്കാൻ അവൻ്റെ മിത്രമായ യവനനും ഉണ്ടായിരുന്നു. യവനന് തൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടാൻ മാത്രം പുണ്യമില്ലെന്ന് വിചാരിച്ച കൃഷ്ണൻ അവനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വഴിയിലൂടെ ഓടി. അപ്പോൾ യവനനും കണ്ട് പിന്നാലെ ഓടി. കണ്ണൻ ഓടി ഒരു ഗുഹയിലെത്തി. പിന്നാലെ അവിടെ ഓടിയെത്തിയ യവനൻ ആ ഇരുട്ട് നിറഞ്ഞ ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്ന മുചുകുന്ദനെ കണ്ടപ്പോൾ അത് കണ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിനെ മാറിൽ ചവിട്ടി. ഞെട്ടി എഴുന്നേറ്റ മുചുകുന്ദൻ കോപത്തോടെ യവനനെ നോക്കിയപ്പോൾ മുചുകുന്ദൻ്റെ കണ്ണിൽ നിന്നുയർന്ന തീജ്വാലയിൽ അവൻ വെന്തു വെണ്ണീറായിപ്പോയി. രൈവത രാജാവിൻ്റെ മകളായിരുന്ന രേവതിയെ ബലരാമൻ വിവാഹം കഴിച്ചു. കുടില രാജ്യത്തിലെ രാജാവായിരുന്ന ഭീഷ്മകന്റെ മകളായിരുന്നു രുക്മിണി. അതീവ സുന്ദരിയായിരുന്നു അവൾ. ഒരിക്കൽ നാരദൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ കൃഷ്ണന്റെ സൗന്ദര്യത്തെപ്പറ്റിയും കഴിവിനെപ്പറ്റിയും വർണ്ണിക്കുന്നത് അവൾ കേട്ടു. അങ്ങനെ അവളുടെ മനസ്സിൽ കൃഷ്ണൻ പതിഞ്ഞു. രുക്മിണി കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ദേവി പൂജകൾ ചെയ്തു. പിന്നീട് വീണ്ടും ഒരിക്കൽ നാരദമുനി കൊട്ടാരത്തിൽ വന്നപ്പോൾ തൻ്റെ മകൾക്ക് യോജിച്ച വരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യവതിയായ അങ്ങയുടെ മകൾക്ക് കൃഷ്ണനാണ് ഭർത്താവായി വരേണ്ടത് എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞ ഈ വിവരം രാജാവ് തൻ്റെ മകനായ രുക്മിയോട് പറഞ്ഞു. പക്ഷേ രുക്മിക്ക് കൃഷ്ണനെ ഇഷ്ടമല്ല. അതുകൊണ്ട് രുക്മി പറഞ്ഞു, അവൾക്ക് അമ്മാവനെ കൊന്ന കൃഷ്ണനെയല്ല ഭർത്താവായി കിട്ടേണ്ടത്, വീരനായ ശിശുപാലനാണ് അവൾക്ക് വരനായി വരേണ്ടത്. എന്നിട്ട് ശിശുപാലൻ്റെ ഗുണഗണങ്ങൾ വിവരിക്കാൻ തുടങ്ങി. പക്ഷേ രുക്മിണിക്കത് സഹിക്കാനായില്ല. രുക്മിണിക്ക് തൻ്റെ അവസ്ഥ എങ്ങനെയും കണ്ണനെ അറിയിച്ചേ മതിയാവുള്ളൂ. അതിനെന്താണ് ഒരു പോംവഴി എന്ന് രുക്മിണി ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൊട്ടാരത്തിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാറുള്ള ഒരു ബ്രാഹ്മണനെ കുറിച്ച് അവൾ ഓർത്തത്. രുക്മിണി ഉടനെ തന്നെ ആ ബ്രാഹ്മണനെ വിളിച്ച് ദ്വാരകയിൽ പോയി കണ്ണനെ കാണാൻ പറഞ്ഞു. കൂടെ ഒരു കത്തും കൊടുത്തുവിട്ടു. ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി കണ്ണനെ കണ്ടു, കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ ഈ കുണ്ടിനത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ്. കൂടാതെ രുക്മിയുടെ സുഹൃത്തുക്കളായ രാജാക്കന്മാർ കൃഷ്ണൻ വരികയാണെങ്കിൽ നേരിടാനുള്ള വഴികൾ ആലോചിച്ചു. അതിനുവേണ്ടി വലിയൊരു സൈന്യത്തെ തന്നെ ഒരുക്കി നിർത്തി. ഇതിനിടയിൽ രുക്മിണിയാകട്ടെ ദ്വാരകയിൽ പോയ ബ്രാഹ്മണനെ കാണാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി നിരാശയിലിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾ ബ്രാഹ്മണൻ വരുന്നത് കണ്ടത്. അവൾ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടി ദുഃഖിക്കേണ്ട, കൃഷ്ണൻ വരും, നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. വിവാഹ ദിവസം രുക്മിണി സർവാഭരണ വിഭൂഷിതയായി തോഴിമാരോടൊപ്പം ദുർഗാദേവിയെ തൊഴാൻ പോയി. അപ്പോൾ കണ്ണനും അവിടെ എത്തിയിരുന്നു. രുക്മിണിയെ പിടിച്ച് കണ്ണൻ തേരിൽ കയറ്റി വായുവേഗത്തിൽ ഓടിച്ചു പോയി. കണ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയ വാർത്തയറിഞ്ഞ രുക്മി കോപാകുലനായി കണ്ണനോട് യുദ്ധത്തിന് പോയി. എന്നാൽ കണ്ണനോട് അവർക്ക് എതിർത്ത് നിൽക്കാൻ ആയില്ല. കണ്ണൻ രുക്മിണിയെയും കൊണ്ട് ദ്വാരകയിലെത്തി രുക്മിണിയെ താലചാർത്തി സ്വന്തമാക്കി. സൂര്യഭഗവാനെ തപസ് ചെയ്തിട്ട് സത്രാജിത്ത് രാജാവിന് ലഭിച്ച സെമന്തകമണി വളരെ വിശേഷപ്പെട്ട ഒരു രത്നമാണ്. ഈ രത്നം കയ്യിൽ വെച്ചാൽ ദിവസം 8 കുടം സ്വർണം ലഭിക്കും. സത്രാജിത്ത് ഈ രത്നവും കൊണ്ട് പോകുമ്പോൾ ഇത് കണ്ട ദ്വാരകയിലെ ജനങ്ങൾ അതിൻ്റെ ശക്തിയേറിയ പ്രഭ കാരണം സൂര്യഭഗവാൻ അവിടേക്ക് വരുന്നു എന്ന് വിചാരിച്ച് കണ്ണനോട് വിവരം പറഞ്ഞു. പക്ഷേ കണ്ണന് അത് സെമന്തക രത്നമാണെന്ന് മനസ്സിലായി. ഒരു ദിവസം കണ്ണൻ ഈ രത്നം തനിക്ക് തരുമോ എന്ന് സത്രാജിത്തിനോട് ചോദിച്ചെങ്കിലും അദ്ദേഹം അത് ഭഗവാന് കൊടുത്തില്ല. ഒരു ദിവസം സത്രാജിത്തിൻ്റെ സഹോദരൻ പ്രസേനൻ സെമന്തകമണിയും ധരിച്ച് നായാട്ടിന് പോയി. അപ്പോൾ ഒരു സിംഹം അയാളെ ആക്രമിച്ച് രത്നവും കൊണ്ടുപോയി. സിംഹം പോകുന്നത് കണ്ട ജാമ്പവാൻ ആ സിംഹത്തെ കൊന്ന് രത്നം കൈക്കലാക്കി. എന്നാൽ സത്രാജിത്ത് നായാട്ടിന് പോയ സഹോദരൻ തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ രത്നം കൈക്കലാക്കാൻ വേണ്ടി കൃഷ്ണൻ അവനെ കൊന്നു എന്ന് പറഞ്ഞു പരത്തി. ഇതറിഞ്ഞ കണ്ണൻ സേവകരെയും കൂട്ടി രത്നം അന്വേഷിച്ച് യാത്രയായി. കുറേ പോയപ്പോൾ കാട്ടിൽ ആദ്യം ചത്ത കുതിരയെയും പിന്നീട് മരിച്ചു കിടക്കുന്ന പ്രസേനനെയും കണ്ടു.
അവിടെ സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ കണ്ടപ്പോൾ അവരെ കൊന്നത് സിംഹമാണെന്ന് മനസ്സിലായി. ആ കാലടിപ്പാടുകൾ പിന്തുടർന്നപ്പോൾ സിംഹം ചത്തുകിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടെ ഒരു വാനരൻ്റെ ചവിട്ടടികൾ കണ്ടു. അതും നോക്കി നടന്നപ്പോൾ ഒരു ഗുഹയുടെ അടുത്തെത്തി. അവർ ഗുഹയിൽ കയറി നോക്കുമ്പോൾ സെമന്തകരത്നവും കൊണ്ട് കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. കൃഷ്ണനെ കണ്ട് കുട്ടി കരയാൻ തുടങ്ങി. അത് കേട്ട് ജാമ്പവാൻ അങ്ങോട്ട് വന്നു. പക്ഷേ ജാമ്പവാന് കൃഷ്ണനെ മനസ്സിലായില്ല. കോപം വന്ന ജാമ്പവാൻ കൃഷ്ണനെ അടിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര യുദ്ധമായി. ഈ യുദ്ധം 30 ദിവസം നീണ്ടുനിന്നു. ഇതുവരെ ഒരു മനുഷ്യനും ഇങ്ങനെ എന്നോട് യുദ്ധം ചെയ്തിട്ടില്ല. ഇത്രയും ശക്തിമാനായ ഇവൻ ആരാണ്? ജാമ്പവാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ അദ്ദേഹത്തെ തള്ളിയിട്ടു. എന്നിട്ട് ജാമ്പവാന്റെ ശരീരത്തിൽ ചവിട്ടി. പക്ഷേ ആ ചവിട്ടേറ്റപ്പോൾ ജാമ്പവാന് വേദനയ്ക്ക് പകരം രോമാഞ്ചമാണ് ഉണ്ടായത്. അപ്പോഴാണ് ജാമ്പവാന് ആളെ മനസ്സിലായത്. ജാമ്പവാൻ ഭഗവാനോട് മാപ്പ് ചോദിച്ചു പാദങ്ങളിൽ വീണു. പിന്നെ സെമന്തകരത്നവും കൂടെ സുന്ദരിയായ തൻ്റെ മകൾ ജാമ്പവതിയെയും കണ്ണന് കൊടുത്തു. കണ്ണൻ രണ്ടും സ്വീകരിച്ചു. ഇതിനിടെ കണ്ണൻ്റെ കൂടെ വന്ന സേവകർ കണ്ണൻ പുറത്തു വരുന്നത് കാണാതായപ്പോൾ ദുഃഖത്തോടെ അവർ ദ്വാരകയിലേക്ക് തിരിച്ചു പോയിരുന്നു. അവർ ദ്വാരകയിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിതരായി. അവർ ദുർഗാപൂജ ചെയ്തു. പൂജ കഴിയുമ്പോഴേക്കും കണ്ണനും ജാമ്പവതിയും അവിടെ എത്തിയിരുന്നു. പിന്നീട് കണ്ണൻ സത്രാജിത്തിനെ വിളിച്ചു വരുത്തി രത്നം അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ സത്രാജിത്ത് കണ്ണനെക്കുറിച്ച് താൻ പറഞ്ഞു വരുത്തിയ കാര്യങ്ങളോർത്ത് ദുഃഖിച്ചു. അങ്ങനെ ദുഃഖിച്ച സത്രാജിത്ത് തൻ്റെ മകളെയും സെമന്തകമണിയും കണ്ണന് കൊടുത്തു. പക്ഷേ കണ്ണൻ കന്യകയെ മാത്രം സ്വീകരിച്ചു. രത്നം തിരിച്ചു കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാണ്ഡവന്മാരെല്ലാം അഗ്നിയിൽപ്പെട്ട് മരിച്ചു എന്നൊരു കിംവദന്തി കേട്ട് രാമകൃഷ്ണന്മാർ ഹസ്തിനപുരിയിലേക്ക് പോയി. ആ സമയത്ത് തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സത്രാജിത്തിനെ വധിച്ച് ശതധ്വന്യാവ് സെമന്തകവുമായി കടന്നു കളഞ്ഞു. ഇതറിഞ്ഞ രാമകൃഷ്ണന്മാർ ആ ദുഷ്ടനെ അന്വേഷിച്ചു പോയി. രാമകൃഷ്ണന്മാർ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നറിഞ്ഞ ശതധന്യാവ് രത്നം അക്രൂരനെ ഏൽപ്പിച്ച് കുതിരപ്പുറത്ത് കയറി സ്ഥലം വിട്ടു. കൃഷ്ണൻ ശതധന്യാവിനെ പിന്തുടർന്ന് വധിച്ചു. അതോടെ അക്രൂരൻ രത്നം കൃഷ്ണനെ കാണിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ കണ്ണൻ ആ രത്നം അക്രൂരന് തന്നെ തിരിച്ചു നൽകി. ഭൂമിയുടെ പുത്രനായിരുന്ന നരകാസുരൻ ഒരിക്കൽ സ്വർഗത്തിൽ ചെന്ന് ദേവേന്ദ്രന്റെ കുടയും അതിഥിയുടെ കുണ്ടലവും പിടിച്ചെടുത്തു. ഇതറിഞ്ഞ കൃഷ്ണൻ സത്യഭാമയോടൊപ്പം ഗരുഡാരൂഢനായി നരകാസുരനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതിഘോരമായ യുദ്ധത്തിൽ നരകാസുരനെ വധിച്ച് അയാൾ തടവിലാക്കി വെച്ചിരുന്ന 16,000 കന്യകമാരെ മോചിപ്പിച്ച് ദ്വാരകയിൽ കൊണ്ടുവന്നു. എന്നിട്ട് സ്വർഗത്തിൽ പോയി അതിഥി ദേവിയുടെ കുണ്ടലവും ഇന്ദ്രന്റെ കുടിയും അവിടെ തിരിച്ചേൽപ്പിച്ചു. സ്വർഗത്തിൽ നിന്നും മടങ്ങുമ്പോൾ പാരിജാത വൃക്ഷം കൊണ്ടുവന്ന് ദ്വാരകയിലെ തോട്ടത്തിൽ നട്ടു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ 16,000 സുന്ദരിമാരെയും പാണിഗ്രഹണം ചെയ്തു. ഒരിക്കൽ ബലരാമനും രുക്മിയും ചൂത് കളിക്കാൻ തുടങ്ങി. രുക്മി കള്ളക്കളി നടത്തി രാമനെ ജയിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അവസാനം രാമൻ തന്നെ ജയിച്ചു. പക്ഷേ രുക്മി താനാണ് ജയിച്ചതെന്ന് ശഠിച്ചു. എല്ലാ രാജാക്കന്മാരും രുക്മിയുടെ ഭാഗത്തായിരുന്നു. അപ്പോൾ ഒരു അശരീരിയുണ്ടായി രാമനാണ് ജയിച്ചത്. അപ്പോൾ രുക്മി രാമനെ നിന്ദിച്ച് സംസാരിച്ചു. ഇതിൽ കോപിച്ച രാമൻ അവിടെ കണ്ട ഒരു ഇരുമ്പുലൊക്കെ എടുത്ത് രുക്മിയെ അടിച്ചു കൊന്നു. ബാണൻ എന്ന അസുരൻ ശിവനെ തപസ് ചെയ്ത് ശിവൻ തൻ്റെ ഭവനത്തിൻ്റെ കാവൽക്കാരനായിരിക്കണം എന്ന വരം വാങ്ങി. അങ്ങനെ ശിവൻ ബാണന്റെ കാവൽക്കാരനായി. ഇതിൽ അഹങ്കാരിയായ ബാണൻ ശിവനെ തന്നെ യുദ്ധത്തിന് ക്ഷണിച്ചു. ഇത് കേട്ട് കോപിച്ച ശിവൻ പറഞ്ഞു, നിന്റെ കൊടിമരം മുറിഞ്ഞു വീഴുന്ന ദിവസം എനിക്ക് തുല്യനായ ഒരു വീരൻ വന്ന് നിന്നോട് യുദ്ധം ചെയ്യും. അയാൾ നിന്നെ ജയിക്കുകയും ചെയ്യും. ബാണന്റെ മകളായ ഉഷ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധനെ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആളെ ഓർത്ത് അവൾ കരയാൻ തുടങ്ങി. അവളുടെ തോഴിയായ ചിത്രലേഖയോട് കാര്യം പറഞ്ഞു. തോഴി അവളെ സഹായിക്കാമെന്ന് ഏറ്റു. പക്ഷേ ആളെ മനസ്സിലാക്കാത്തത് കൊണ്ട് ചിത്രകാരിയായ ചിത്രലേഖ എല്ലാ ദേവന്മാരുടെയും ചിത്രം വരച്ചു കാണിച്ചു. പക്ഷേ അതൊന്നും ഉഷ സ്വപ്നത്തിൽ കണ്ടവരല്ല. പിന്നെ കൃഷ്ണന്റെ ചിത്രം വരച്ചു. അത് കണ്ടപ്പോൾ അനിരുദ്ധന്റെ ഛായ തോന്നിയെങ്കിലും അതല്ല ആളെന്ന് അവൾ പറഞ്ഞു. പിന്നീട് അനിരുദ്ധനെ തന്നെ വരച്ചപ്പോൾ ഉഷയുടെ കണ്ണുകളിൽ നാണവും പ്രേമവും തെളിയുന്നത് കണ്ടു. യോഗിനിയായ ചിത്രലേഖ ഉടനെ ദ്വാരകയിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനിരുദ്ധനെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അനിരുദ്ധനും ഉഷയും ഒരുമിച്ച് കഴിയാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉഷയുടെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ അമ്മമാർക്ക് സംശയം തോന്നി. അവർ ബാണനോട് കാര്യങ്ങൾ പറഞ്ഞു.
ബാണൻ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അനിരുദ്ധനെ കണ്ട് കോപിഷ്ഠനായി. അനിരുദ്ധനെ പിടിച്ചു കെട്ടി. ആ സമയത്ത് അങ്ങ് ദ്വാരകയിൽ എല്ലാവരും അനിരുദ്ധനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. അവർ അന്വേഷിച്ചെങ്കിലും ഒരറിവും ലഭിച്ചില്ല. അപ്പോൾ നാരദമുനി ദ്വാരകയിൽ വന്ന് അനിരുദ്ധൻ ബാണന്റെ കൊട്ടാരത്തിൽ തടവിലാണെന്ന് അറിയിച്ചു. ഇതറിഞ്ഞ കൃഷ്ണൻ ബാണനുമായി യുദ്ധം ചെയ്ത് അവന്റെ കൊടിമരം മുറിച്ചു. മാത്രമല്ല മതിലും ഗോപുരവുമൊക്കെ ഇടിച്ചു തകർത്തു. പിന്നീട് കൃഷ്ണനും ശിവനും തമ്മിൽ യുദ്ധമായി. ഇതിനിടയിൽ ബാണൻ വന്നപ്പോൾ കൃഷ്ണൻ ബാണന്റെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി. അതുകൊണ്ട് ശിവൻ കൃഷ്ണനോട് അപേക്ഷിച്ചു, ഇവൻ തെറ്റാണ് ചെയ്തെങ്കിലും എൻ്റെ ദാസനായ ഇവനെ വധിക്കരുത്. അങ്ങേക്ക് പ്രഹ്ലാദൻ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ബാണൻ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങയുടെ വൃത്തനായതുകൊണ്ട് ഇവനെ ഞാൻ വധിക്കുന്നില്ല. ഇവൻ എൻ്റെയും വൃത്തൻ തന്നെയാണ്. ഇവൻ്റെ അഹങ്കാരം നീക്കാൻ കൈകൾ മുറിച്ചല്ലോ. ഇനി ബാക്കിയുള്ള 4 കൈകൾ കൊണ്ട് ഇവൻ അങ്ങയുടെ പാർശ്വനായി അങ്ങയെ സേവിച്ച് കഴിയട്ടെ. പിന്നെ ബാണൻ മകളെയും അനിരുദ്ധനെയും കൃഷ്ണനെ ഏൽപ്പിച്ചു. ഒരിക്കൽ ദ്വാരകയിലെ ഒരു പൊട്ടക്കിണറ്റിൽ കണ്ട ഒരു വലിയ ഓന്ത് കൃഷ്ണന്റെ കരസ്പർശത്തോടെ മനുഷ്യനായി മാറി. ഇക്ഷ്വാകുവിൻ്റെ സഹോദരനായ നൃഗനായിരുന്നു അത്. വലിയ ദാനശീലനായിരുന്ന നൃഗൻ ബ്രാഹ്മണർക്ക് കുറേ പശുക്കളെ ദാനം ചെയ്തിരുന്നു. ഒരിക്കൽ അയാൾ ദാനം ചെയ്ത പശു അയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ കാര്യം അറിയാതെ നൃഗൻ ആ പശുവിനെ തന്നെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അദ്ദേഹം അതിനെ കൊണ്ടുപോകുമ്പോൾ ആദ്യ ബ്രാഹ്മണൻ അയാളെ തടഞ്ഞു നിർത്തിയിട്ട്, ഇത് എൻ്റെ പശുവാണ്, ഇതിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ തമ്മിൽ വഴക്കായി. പിന്നെ നൃഗന്റെ അടുത്തേക്ക് പോയി. അവർ കാര്യം അറിഞ്ഞ നൃഗൻ ഞെട്ടിപ്പോയി. അവർക്ക് വേറെ 30,000 പശുക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. അവർക്ക് ആ പശുവിനെ തന്നെ മതി. പിന്നീട് നൃഗൻ യമപുരിയിലെത്തിയപ്പോൾ യമൻ പറഞ്ഞു, നിങ്ങൾ നല്ലവരാണെങ്കിലും ബ്രാഹ്മണരുടെ പശു നിങ്ങളുടെ കയ്യിലായതുകൊണ്ട് ധർമ്മപ്രകാരം നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. അതനുസരിച്ചാണ് നൃഗൻ ഇങ്ങനെ ഒരു പടുകുഴിയിൽ വീണത്. കൃഷ്ണൻ തൊട്ടതോടെ ആ പാപങ്ങളെല്ലാം നശിച്ചു. അങ്ങനെ നൃഗന് മോക്ഷം ലഭിച്ചു. കൃഷ്ണനെ പോലെ വേഷം ധരിച്ച് നടന്നിരുന്ന ഒരു രാജാവായിരുന്നു പൗണ്ഡ്രകൻ. അയാൾ ഒരു ദിവസം ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. കാര്യം ഇതായിരുന്നു, കൃഷ്ണന്റെ ശംഖ്, ചക്രം, ഗദ, പത്മം തുടങ്ങിയവയൊക്കെ പൗണ്ഡ്രനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ കൃഷ്ണനെ കൊല്ലും. ഇത് കേട്ട കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ദൂതനോട് പറഞ്ഞു, ശരി, എല്ലാം അവിടെ എത്തിക്കാം എന്ന്. ഉടനെ തന്നെ കൃഷ്ണൻ തേരി പൗണ്ഡ്രകന്റെ കോട്ടയുടെ അടുത്തെത്തി. അപ്പോൾ പൗണ്ഡ്രകനും കാശിരാജാവും വലിയ സൈന്യത്തോടെ കൃഷ്ണനെ എതിർത്തു. ആ യുദ്ധത്തിൽ കൃഷ്ണനോട് പൊരുതിയ കാശിരാജാവിന്റെ തല അമ്പയച്ച് അത് കാശിയിൽ തന്നെ വീഴ്ത്തി. ഇതറിഞ്ഞ കാശിരാജാവിന്റെ മകൻ സുദക്ഷിണൻ തന്റെ അച്ഛനെ വധിച്ചവനെ കൊല്ലണം എന്നുറച്ച് ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, മന്ത്രവാദികളെ വിളിച്ചു വരുത്തി മന്ത്രവാദം നടത്തുക. ആ മന്ത്രവാദത്തിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കും. അങ്ങനെ സുദക്ഷിണൻ മന്ത്രവാദം ആരംഭിച്ചു. ഒടുവിൽ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു ഭീകരരൂപിണി ഉയർന്നു വന്നു. മന്ത്രവാദികൾ അവളോട് ദ്വാരകയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൾ ദ്വാരകയിലേക്ക് തിരിച്ചു. അവൾ നോക്കുന്നിടമെല്ലാം കത്തി നശിച്ചു പോവുകയാണ്. കൃഷ്ണൻ അവളുടെ അടുത്തെത്തി തൻ്റെ സുദർശന ചക്രം അവളുടെ നേരെ പ്രയോഗിച്ചു. സുദർശന ചക്രത്തെ കണ്ട് ഭയന്ന അവൾ തിരിച്ച് കാശിയിലേക്ക് തന്നെ ഓടി. പിന്നാലെ ചക്രവും ഉണ്ട്. അവൾ സുദർശനന്റെയും മന്ത്രവാദികളുടെയും അടുക്കലേക്ക് ഓടിയെത്തിയപ്പോൾ അവളെ കണ്ട് പേടിച്ച അവരും ഓട്ടം തുടങ്ങി. പിന്നാലെ ചെന്ന സുദർശന ചക്രം എല്ലാവരുടെയും കഴുത്തെറുത്തു വീണ്ടും കൃഷ്ണന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഒരു ദിവസം നാരദ മുനിക്ക് ഒരു സംശയം. 16,008 ഭാര്യമാരുള്ള കൃഷ്ണൻ എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നത്. അങ്ങനെ കൃഷ്ണനെ പരീക്ഷിക്കാൻ വേണ്ടി നാരദൻ കുസൃതിയോടെ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ദ്വാരകയിലെത്തി. അദ്ദേഹം ആദ്യം തന്നെ കൃഷ്ണന്റെ പ്രിയ പത്നിയായ രുക്മിണിയുടെ അടുത്തേക്കാണ് പോയത്. നാരദർ കൃഷ്ണനെ അവിടെ പ്രതീക്ഷിച്ചില്ലെങ്കിലും കൃഷ്ണൻ ഓടി വന്ന് മുനിയെ സൽക്കരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം മുനി അവിടെ നിന്നും ഇറങ്ങി നേരെ സത്യഭാമയുടെ അടുത്തെത്തി. വളരെ രഹസ്യമായി വീട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ കൃഷ്ണൻ അവിടെയുമുണ്ട്. ഉടനെ ജാമ്പവതിയുടെ വീട്ടിലെത്തി. അവിടെയും കൃഷ്ണനുണ്ട്. പിന്നെ സത്യയുടെ വീട്ടിലും മിത്രവിന്ധ്യയുടെ വീട്ടിലും എത്തി. എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കൃഷ്ണനുണ്ട്. അങ്ങനെ 16,008 ഭാര്യമാരുടെ വീട്ടിലും മുനി കൃഷ്ണനെ കണ്ടു. പിന്നെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി മുനി വസുദേവരുടെയും ദേവകിയുടെയും വീട്ടിലെത്തി. അപ്പോൾ അവിടെയും ഉണ്ട് കൃഷ്ണൻ. നാരദ മുനി അവിടെ നിന്നും ആരും കാണാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു.
അപ്പോൾ അതാ തൊട്ടു മുന്നിൽ തനിക്ക് അഭിമുഖമായി കൃഷ്ണൻ വരുന്നു. അല്ല, ഇതാര് നാരദമുനിയോ? എപ്പോഴെത്തി? പോവുകയായോ? എന്താ ഇത്ര ധൃതി? എന്നൊക്കെ കൃഷ്ണൻ ഒന്നും അറിയാത്ത പോലെ കുസൃതിൽ ചോദിച്ചപ്പോൾ മുനി ആകെ വിളറിവെടുത്തുകൊണ്ട് കൃഷ്ണന്റെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു. ഒരു ദിവസം ഒരു അപരിചിതൻ കൃഷ്ണനെ കാണാൻ വന്നു. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മഗധ രാജാവായ ജരാസന്ധൻ മറ്റു രാജാക്കന്മാരെ നിർദ്ദയം തടവിലാക്കുന്നു. അവരെ കഴിയുന്നതും വേഗം തടവിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങയോട് ഇത് പറയാൻ അവർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ഞാൻ വന്നത്. അതേ സമയത്ത് തന്നെയാണ് നാരദ മഹർഷി അവിടേക്ക് വന്നത്. മുനി കൃഷ്ണനോട് പറഞ്ഞു, ധർമ്മപുത്രർക്ക് രാജസൂയ യാഗം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഉടനെ അങ്ങ് ചെന്ന് അത് പൂർത്തിയാക്കണം. കൃഷ്ണൻ മഗധയിൽ നിന്നും വന്ന ദൂതനെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. എന്നിട്ട് ധർമ്മപുത്രരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. പാണ്ഡവർ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കൃഷ്ണനും അർജുനനും ഒരു ദിവസം നായാട്ടിനു വേണ്ടി ഖാണ്ഡവനത്തിലേക്ക് പോയി. യാത്രാക്ഷീണം തീർക്കാൻ കൃഷ്ണൻ അർജുനന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അഗ്നിദേവൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ വന്ന് അർജുനനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന്. അപ്പോൾ കൃഷ്ണൻ ഉണർന്നു. പാർത്ഥൻ വിവരം പറഞ്ഞപ്പോൾ അത് ബ്രാഹ്മണനല്ല അഗ്നിയാണെന്ന് കൃഷ്ണൻ വ്യക്തമാക്കി. അർജുനൻ അഗ്നിദേവനെ വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ. അഗ്നിയുടെ ആവശ്യം ദേവേന്ദ്രൻ കാത്തു സൂക്ഷിക്കുന്ന ആ കാട് ഭക്ഷിക്കണം എന്നതായിരുന്നു. കൃഷ്ണന്റെ സമ്മതത്തോടെ അർജുനൻ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ അഗ്നി വനം ദഹിപ്പിക്കാൻ തുടങ്ങി. ആ വനത്തിൽ തക്ഷകൻ എന്ന പാമ്പുണ്ടായിരുന്നു. വനം ദഹിപ്പിക്കുന്നതറിഞ്ഞപ്പോൾ തക്ഷകന്റെ രക്ഷിതാവായ ദേവേന്ദ്രന് കോപം വന്നു. ദേവേന്ദ്രൻ ശക്തമായ മഴ പെയ്യ്ക്കാൻ തുടങ്ങി. മഴ കണ്ട് ഭയപ്പെട്ട അഗ്നിയെ അർജുനൻ സമാധാനിപ്പിച്ചു. എന്നിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് ഒട്ടും മഴ താഴെ വീഴാതെ വിധം ഒരു മേൽപ്പുരയുണ്ടാക്കി. ഇതിനിടയിൽ അസുരന്മാരുടെ ശില്പിയായ മയൻ തീയിൽ വീണുപോയിരുന്നു. അർജുനൻ മയനെ തീയിൽ നിന്നും രക്ഷിച്ചു. അതിൻ്റെ പ്രതിഫലമായാണ് മയൻ ശ്രീകൃഷ്ണന്റെ തീരുമാനമനുസരിച്ച് ധർമ്മപുത്രർക്ക് ഒരു സഭാമന്ദിരം പണിതുകൊടുത്തത്. കൂടാതെ അഗ്നിദേവൻ അർജുനനെ ഗാണ്ഡീവം എന്ന ദിവ്യമായ വില്ലും കുറേ വെള്ളക്കുതിരകളെയും സമ്മാനിച്ചു. ധർമ്മപുത്രർക്ക് രാജസൂയകം നടത്തണം എന്ന ആഗ്രഹമുണ്ടായിരുന്നല്ലോ. അതിനുവേണ്ടി സഹോദരന്മാരെ ദിഗ്വിജയത്തിന് അയക്കാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. സഹോദരന്മാർ ഒരു രാജാവിനെ ഒഴികെ മറ്റെല്ലാവരെയും എതിർത്ത് തോൽപ്പിച്ചു. പക്ഷേ ജരാസന്ധനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇതറിഞ്ഞ കൃഷ്ണൻ അർജുനനെയും ഭീമനെയും കൂട്ടി ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധന്റെ കൊട്ടാരത്തിലെത്തി. ജരാസന്ധൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. പക്ഷേ ജരാസന്ധനെ കൃഷ്ണന്റെ മുഖം കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ ഒരു സംശയം തോന്നി. അത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പണ്ട് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്തിരുന്നു. അപ്പോൾ ജരാസന്ധനെ അവർ ബ്രാഹ്മണരല്ലെന്ന് മനസ്സിലായി. കൃഷ്ണൻ പറഞ്ഞു, അഹംഭാവിയായ നിന്നോട് യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നിക്കൽ എന്നോട്, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഭീമനോട്, അതുമല്ലെങ്കിൽ അർജുനനോട്, ഇവരിൽ ആരോടെങ്കിലും ഒരാളോട് നീ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. ജരാസന്ധൻ പറഞ്ഞു, ഒരു കള്ളനായ നിന്നോട് എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഈ കോമളനായ അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ഇനി നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ തടിയനായ ഭീമനോട് ഞാൻ യുദ്ധം ചെയ്യാം. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. 7 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ജരാസന്ധനെ ഭീമൻ വധിച്ചു. പിന്നെ ജരാസന്ധൻ ബന്ധനത്തിലാക്കിയ രാജാക്കന്മാരെല്ലാം കൃഷ്ണൻ തുറന്നുവിട്ടു. അതിനുശേഷം രാജസൂയയാഗം ആരംഭിച്ചു. യാഗം വളരെ കേമമായിട്ട് നടന്നു. ഈ സമയത്താണ് അഗ്നിപൂജയ്ക്ക് ആരാണ് യോഗ്യനെന്ന് ആലോചന തുടങ്ങിയത്. അപ്പോൾ സഹദേവൻ പറഞ്ഞു, വിശ്വത്തിനും നാഥനായ അച്യുതനെ പൂജിക്കാമെന്ന്. ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചപ്പോൾ ശിശുപാലൻ എതിർത്തു. അയാൾ എഴുന്നേറ്റ് കോപത്തോടെ പറഞ്ഞു, കഷ്ടം, ഒരു വിവരമില്ലാത്ത ബാലന്റെ വാക്കുകേട്ട് നിങ്ങളെല്ലാം മൂഢന്മാരായല്ലോ. ആ കള്ളനായ കൃഷ്ണനെയാണോ നിങ്ങളെല്ലാവരും കൂടി പൂജിക്കാൻ തുടങ്ങുന്നത്? എന്നിട്ട് കൃഷ്ണനെ കുറേ ചീത്ത പറയാനും തുടങ്ങി. കൃഷ്ണൻ കുറേ സമയം അതൊക്കെ കേട്ടിരുന്നു. കാരണം കൃഷ്ണൻ ശിശുപാലൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ശിശുപാലൻ കൃഷ്ണനെ 100 വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നത് വരെ കൃഷ്ണൻ ക്ഷമിക്കുമെന്ന്. അതുകൊണ്ട് 101-ാം വട്ടം ശിശുപാലൻ കൃഷ്ണനെ നിന്ദിച്ചപ്പോൾ കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രത്താൽ ശിശുപാലനെ വധിച്ചു. സമാധാനത്തോടെ ധർമ്മപുത്രർ രാജസൂയകം പൂർത്തിയാക്കി. ഒരു ദിവസം ദുര്യോധനൻ ധർമ്മപുത്രർക്ക് മയൻ നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അവിടെ എത്തി. കാഴ്ച കണ്ട് നടക്കുന്നതിനിടയിൽ നിലത്ത് ജലമുണ്ടെന്ന് കരുതി വസ്ത്രം മേൽപോട്ട് പൊക്കി വെള്ളത്തിൽ കൂടി നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങി. പിന്നെ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ നേരത്തെ തോന്നിയതുപോലെ തോന്നുകയാണെന്ന് കരുതി നേരെ നടന്നു. വെള്ളത്തിൽ വീണു.
ഇതൊക്കെ കണ്ട് പാഞ്ചാലിയും മറ്റുള്ളവരും ദുര്യോധനനെ പരിഹസിച്ചു ചിരിച്ചു. അപ്പോൾ ധർമ്മപുത്രർ അവരെ ദേഷ്യത്തോടെ നോക്കി. അവരെല്ലാം ചിരി അടക്കി നിന്നു. നാണക്കേടോടെ ദുര്യോധനൻ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. കൗരവരും പാണ്ഡവരും ശത്രുതയോടെ യുദ്ധത്തിനൊരുങ്ങുന്ന അവസരത്തിൽ ബലരാമന് വിചാരിച്ചു, ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ്, കണ്ണനാണെങ്കിൽ പാണ്ഡവരെ ജീവനാണ്. അവർ പരസ്പരം കലഹിക്കുമ്പോൾ എനിക്ക് ആരുടെ പക്ഷത്തും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ഥലം വിടുന്നതാണ് നല്ലത്. അങ്ങനെ ബലരാമൻ ഒരു തീർത്ഥയാത്ര ആരംഭിച്ചു. ബലരാമൻ നൈമിഷദേശത്തെത്തി. അവിടെ ഒരു യാഗം നടക്കുന്നുണ്ടായിരുന്നു. ബലരാമനെ കണ്ടപ്പോൾ മഹർഷിമാരെല്ലാം ആദരവോടെ എഴുന്നേറ്റു. എന്നാൽ സൂതൻ മാത്രം അവിടെ തന്നെ ഇരുന്നു. ഇത് കണ്ട് കോപിച്ച ബലരാമൻ ഒരു ദർഭയെടുത്ത് അസ്ത്രമാണെന്ന് സങ്കല്പിച്ച് സൂതന് നേരെ വിട്ടു. അതേറ്റ് സൂതൻ വീണു. ഇത് കണ്ട മഹർഷിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി സൽക്കഥ പറയുവാനാണ് സൂതനെ ഇവിടെ സങ്കല്പിച്ചിരുത്തിയിരുന്നത്. ബ്രാഹ്മണർക്കുള്ള ഇരിപ്പിടം കൊടുത്തിട്ട് ആരെ കണ്ടാലും ആദരിക്കേണ്ടതില്ലെന്നും പറഞ്ഞിരുന്നു. അങ്ങ് സൂതനെ വധിച്ചത് തെറ്റായിപ്പോയി. അപ്പോൾ രാമൻ പറഞ്ഞു, സൂതൻ എൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടവനാണ്. അവൻ്റെ ഒരു മകനെ വിളിച്ച് സൽക്കഥ പറയാൻ ഏൽപ്പിക്കൂ. ഞാൻ എന്താണ് നിങ്ങൾക്ക് വേറെ ചെയ്തു തരേണ്ടത്? അപ്പോൾ മഹർഷിമാർ അവിടെ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന വൽക്കലൻ എന്ന അസുരനെ വധിക്കണമെന്ന് പറഞ്ഞു. എല്ലാ വാവുകൾ തോറുമാണ് അവൻ അവിടെ വന്നിരുന്നത്. അടുത്ത വാവു ദിവസവും കാത്ത് രാമൻ നിന്നു. അങ്ങനെ വാവു ദിവസമായപ്പോൾ മഹർഷിമാരോട് പൂജ തുടങ്ങാൻ പറഞ്ഞു. പൂജ മുടക്കാൻ വന്ന വൽക്കലനെ ബലഭദ്രൻ മുസനം കൊണ്ടിടിച്ചു കൊന്നു. പിന്നെ മഹർഷിമാരുടെ അനുഗ്രഹവും വാങ്ങി യാത്ര തുടർന്നു. ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കുചേലൻ പരമഭക്തനും അതിദരിദ്രനുമായിരുന്നു. എങ്കിലും ദാരിദ്ര്യമൊന്നും അദ്ദേഹത്തിന്റെ ഭക്തിയെ ബാധിച്ചിരുന്നില്ല. ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുചേലന്റെ ഭാര്യ ശ്രീകൃഷ്ണനെ ചെന്ന് കാണാൻ കുചേലനോട് പറഞ്ഞു. എന്നാൽ കുചേലൻ പറഞ്ഞു, കൃഷ്ണനെ കാണാൻ എനിക്കും കൊതിയാവുന്നുണ്ട്. പക്ഷേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതല്ലേ? ഇത് കേട്ട ഭാര്യ അടുത്ത വീട്ടിൽ പോയി കുറച്ച് നെല്ല് യാചിച്ചു കൊണ്ടുവന്ന് അത് വറുത്തിടിച്ച് അവിലാക്കി മാറ്റി. എന്നിട്ട് അത് ഒരു പഴകിയ തുണിയിൽ കെട്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു. അതും വാങ്ങി കുചേലൻ ദ്വാരകയിലേക്ക് നടന്നു. വഴിനീളെ അദ്ദേഹം കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. ഭക്തിയിൽ ലയിച്ച് അങ്ങനെ നടന്നതുകൊണ്ട് ക്ഷീണമറിയാതെ കുചേലൻ ദ്വാരകയിലെത്തി. മാളികയിലിരുന്ന് ഭാര്യയോടൊപ്പം സല്ലപിക്കുവരുന്ന കണ്ണൻ ദൂരെ നിന്ന് വരുന്ന കുചേലനെ കണ്ടു. ഉടനെ തന്നെ കൃഷ്ണൻ ഓടി വന്ന് തൻ്റെ സഹപാഠിയെ കെട്ടിപ്പിടിച്ചു മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു സ്വർണ്ണപീഠത്തിലെത്തിയതിനു ശേഷം അതിഥി പൂജ നടത്തി. രുക്മിണിയാവട്ടെ കുചേലന്റെ യാത്രാക്ഷണം തീർക്കാൻ വീശിക്കൊടുത്തു. കുചേലൻ ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പരിങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായിരുന്നു നിങ്ങളെ കാണാൻ കൊതിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. പിന്നെ ഗുരുപത്നിക്ക് വേണ്ടി കാട്ടിൽ വിറകിന് പോയതും വഴി തെറ്റിപ്പോയതിനാൽ രാത്രി കാറ്റും വഴിയും സഹിച്ച് ഭയത്തോടെ കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നതും ഒക്കെ അവർ പറഞ്ഞു രസിച്ചു. പെട്ടെന്ന് കണ്ണൻ കുചേലനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. പക്ഷേ കുചേലനെ ആ പഴകിയ തുണിയിൽ കെട്ടിയ അവിൽ കൃഷ്ണന് കൊടുക്കാൻ തോന്നിയില്ല. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ കുചേലന്റെ ചെലയിൽ കെട്ടിയ പൊതി വലിച്ചെടുത്തു. എന്നിട്ട് അത് അഴിച്ച് സന്തോഷത്തോടെ, നല്ല അവിലാണല്ലോ, ഞാൻ അവിൽ തിന്നാൻ കുറേ കാലമായി കൊതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി അവിൽ വാരി വായിട്ടു. അതിൽ കല്ലും നെല്ലും ഒക്കെ കടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു പിടി കൂടി വാരാൻ നോക്കുമ്പോൾ മഹാലക്ഷ്മി തടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഈ വലിയ ദയ കൊണ്ട് എന്നെ ഈ ബ്രാഹ്മണന്റെ ദാസിയാക്കി മാറ്റരുതേ എന്ന്. പിന്നെ മഹാലക്ഷ്മി കുചേലനെ ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹം അതിസുന്ദരനായി മാറി. പിറ്റേന്ന് കുചേലൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുമ്പോൾ, ഞാൻ കൃഷ്ണനോട് എൻ്റെ ഭാര്യ പറഞ്ഞയച്ചതൊന്നും പറഞ്ഞില്ലല്ലോ, ഇനി അവളോട് എന്തു പറയും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞതിൻ്റെ അതിയായ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ കുചേലൻ തൻ്റെ വീടിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ കുടിലിന് പകരം അവിടെ വലിയൊരു മാളികയും മതിലുമൊക്കെ കാണുന്നു. വഴി തെറ്റിയോ എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ സേവകന്മാരും തൻ്റെ പത്നിയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് കുചേലനോട് പറഞ്ഞു, ഇന്നലെ ഒരു സുന്ദരിയായ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ നിന്നാണ് വരുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ മറഞ്ഞു കളയുകയും ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയായി തീർന്നു. അപ്പോൾ കുചേലന് മനസ്സിലായി വന്നത് മഹാലക്ഷ്മി തന്നെയായിരുന്നു എന്ന്. എല്ലാം കൃഷ്ണന്റെ ലീലകൾ തന്നെ. ഒരിക്കൽ തീർത്ഥയാത്രയിലായിരുന്ന അർജുനൻ പ്രഭാസ തീരത്തെത്തി. അവിടെ വെച്ച് ഗദൻ എന്നൊരാളെ പരിചയപ്പെട്ടു. സംസാരത്തിനിടയിൽ കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയെ പറ്റിയും ഗദൻ പറഞ്ഞു. അർജുനന് സുഭദ്രയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായി. ഉടനെ തന്നെ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചു. കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ അർജുനോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ സുഭദ്രയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു,
എൻ്റെ ജ്യേഷ്ഠൻ്റെ ശിഷ്യനായ ദുര്യോധനൻ അവളെ ഭാര്യയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അത് തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിലും നീ ഒരു സന്യാസിയായി മാറണം. അങ്ങനെ അർജുനൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് രൈവപർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. ഒരു ദിവസം ബലരാമനും കൃഷ്ണനും മറ്റും രൈവപർവ്വതത്തിൻ്റെ താഴ്വരയിൽ വന്നു. അവർ അവിടെ ധ്യാനത്തിലിരിക്കുന്ന സന്യാസിയെ കണ്ടു. നല്ല ഐശ്വര്യമുള്ള സന്യാസി, ഇദ്ദേഹം ഒരു ദിവ്യൻ തന്നെ ആയിരിക്കണം എന്ന് കരുതി ബലരാമൻ അങ്ങ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ദ്വാരകയിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് സന്യാസിയെയും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് സുഭദ്രയുടെ ഗൃഹത്തിൽ താമസിപ്പിച്ചു. ഇപ്പോൾ എല്ലാ കാര്യത്തിനും സന്യാസിക്ക് സുഭദ്ര തന്നെ വേണം. അങ്ങനെ ഒരു ദിവസം സന്യാസി തൻ്റെ ആവശ്യം സുഭദ്രയോട് തുറന്നു പറഞ്ഞു. അപ്പോൾ സുഭദ്ര പറഞ്ഞു, എൻ്റെ മനസ്സ് അർജുനനിൽ മുഴുകിയിരിക്കുകയാണ് എന്ന്. ഇത് കേട്ട സന്യാസി സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെ അർജുനൻ സുഭദ്രയെയും കൊണ്ട് ഹസ്തിനപുരിയിലേക്ക് പോയി. ഇതറിഞ്ഞ ബലരാമൻ കലപ്പയും എടുത്ത് അവരുടെ പിന്നാലെ പാഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ജ്യേഷ്ഠനെ തടഞ്ഞു. എന്നിട്ട് സഹോദരിയെ വിധവയാക്കരുതെന്നും അങ്ങനെയായാൽ അവളുടെ ദുഃഖം നമ്മൾ കാണേണ്ടി വരുമെന്നും മറ്റും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാമൻ ശാന്തനായി അവരുടെ വിവാഹകർമ്മങ്ങൾ മംഗളമായി നടത്തിക്കൊടുത്തു. ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന് ജനിക്കുന്ന കുട്ടികളെല്ലാം അപ്പോൾ തന്നെ മരിച്ചു പോകുന്നു. 8 കുട്ടികളാണ് മരിച്ചത്. ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ അടുത്ത് പോയി തൻ്റെ കുട്ടികളെല്ലാം ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോകുന്നത് ഈ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു. കൂടാതെ താൻ ഈ നാട് വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനനും കൃഷ്ണൻ്റെ അടുത്തുണ്ടായിരുന്നു. അയാൾ കൃഷ്ണനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അർജുനന് സഹിക്കാനായില്ല. അർജുനൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. ആ വാക്ക് വിശ്വസിച്ച് ബ്രാഹ്മണൻ അയാളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ബ്രാഹ്മണൻ്റെ ഭാര്യയുടെ അടുത്ത പ്രസവ കാലമായി. ബ്രാഹ്മണൻ അർജുനനോട് വിവരം പറഞ്ഞു. അർജുനൻ തൻ്റെ ഗാണ്ഡീവം എന്ന വില്ലുമെടുത്ത് അപ്പോൾ തന്നെ ആ ബ്രാഹ്മണൻ്റെ കൂടെ പോയി. ആ കുട്ടിയെ രക്ഷിക്കാൻ അമ്പുകൊണ്ട് ഒരു കൂട് തന്നെ ഒരുക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിച്ചു. പക്ഷേ ഇപ്രാവശ്യം കുട്ടിയുടെ ശവം പോലും കിട്ടിയില്ല. ഇതറിഞ്ഞ് അർജുനൻ ഉടനെ തന്നെ കുട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. എന്നാൽ ലോകം മുഴുവൻ തിരിഞ്ഞിട്ടും കുട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. അപമാനിതനായി തിരിച്ചു വന്ന അർജുനനെയും കൂട്ടി കൃഷ്ണൻ വൈകുണ്ഠത്തിലെത്തി. അവിടെ മഹാവിഷ്ണുവിനെ കണ്ടു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതാ കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളും. അവർ കുട്ടികളെ ബ്രാഹ്മണന് തിരിച്ചു നൽകി. ബ്രാഹ്മണൻ സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു. യാദവന്മാരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു. കൂടാതെ കണക്കറ്റ ഐശ്വര്യങ്ങളാൽ അവരൊക്കെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. സാക്ഷാൽ നാരായണൻ ഭൂമിയിൽ കൃഷ്ണനായി അവതാരമെടുത്തപ്പോൾ മറ്റു ദേവതമാരാണല്ലോ യാദവന്മാരായി ഭൂമിയിൽ അവതരിച്ചത്. ഇങ്ങനെ കൃഷ്ണൻ്റെ ബന്ധുക്കളായി പിറന്നവർ ദേവന്മാരായതുകൊണ്ടും നാരായണനായ ഭഗവാന്റെ കൂടെ കഴിഞ്ഞതുകൊണ്ടും അവരെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അസുരന്മാരെയൊക്കെ കൃഷ്ണൻ കൊന്നൊടുക്കിയെങ്കിലും യാദവന്മാരുടെ വർധനവ് കൊണ്ട് ഭൂമിദേവിക്ക് ഭൂഭാരം കൂടും. ഭൂമിദേവിയെ രക്ഷിക്കാൻ താൻ തന്നെ ഇവരെ കൊന്നൊടുക്കണം എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. ഏതായാലും തനിക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകാനുള്ള സമയമായിരിക്കുന്നു. അതിനു മുന്നേ തന്നെ അത് നടപ്പിലാക്കിയിരിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. ബ്രാഹ്മണ ശാപത്തിലൂടെ വേണം യാദവന്മാരെയും വൃഷ്ണികളെയും ഒക്കെ നശിപ്പിക്കേണ്ടത് എന്ന് കൃഷ്ണൻ വിചാരിച്ചു. അതിനുവേണ്ടി കൃഷ്ണൻ മഹർഷിമാരെയൊക്കെ ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തി. വിശ്വാമിത്രൻ, ദുർവാസാവ്, വസിഷ്ഠൻ, നാരദൻ തുടങ്ങി പ്രശസ്തരായ മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു. മഹർഷിമാർ വരുന്നത് കണ്ടപ്പോൾ യാദവ കുട്ടികൾക്ക് അവരെ കളിയാക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ കൃഷ്ണൻ്റെയും ജാമ്പവതിയുടെയും മകനായ സാമ്പനെ അവർ ഗർഭിണിയുടെ വേഷം ധരിപ്പിച്ചു. എന്നിട്ട് മഹർഷിമാരോട് ഇവൾ പ്രസവിക്കുന്ന കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന് ചോദിച്ചു. ചെറുപ്പക്കാർ തങ്ങളെ കളിയാക്കുകയാണെന്ന് മനസ്സിലായ മഹർഷിമാർ, ഇവൾ ഒരു ഇരുമ്പുലക്കയായിരിക്കും പ്രസവിക്കുന്നത്. ആ ഉലക്ക തന്നെ നിങ്ങളുടെ വംശനാശത്തിന് കാരണമാകുമെന്നും പറഞ്ഞു. കുട്ടികൾ മഹർഷിമാരെ പരിഹസിച്ചെങ്കിലും ഉടനെ തന്നെ സാമ്പന് പ്രസവവേദന തുടങ്ങി. ഉടനെ തന്നെ അവൻ്റെ നാഭി പിളർന്ന് വലിയൊരു ഇരുമ്പുലക്ക പുറത്തു വന്നു. അവർ ആ ഇരുമ്പുലക്കയുമായി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ഉഗ്രസേന മഹാരാജാവും ബലരാമനുമൊക്കെ ഉണ്ടായിരുന്നു. ഇരുമ്പുലക്ക കണ്ട ഉഗ്രസേന മഹാരാജാവ് യാദവന്മാരെ വിളിപ്പിച്ച് ആ ഇരുമ്പുലക്ക രാഗിപ്പൊടിച്ച് സമുദ്രത്തിലേക്ക് ഒഴുക്കി. ബാക്കി വന്ന ഒരു ചെറിയ കഷ്ണം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വെള്ളത്തിൽ കലങ്ങിപ്പോയ ഇരുമ്പ് പൊടികൾ തീരത്തു തന്നെ വന്നടിഞ്ഞു. അപ്പോൾ തീരത്ത് നിരക്കെ ഏരകപ്പുല്ലുകളായി മുളച്ചു. സമുദ്രത്തിൽ കളഞ്ഞ കഷ്ണം ഒരു മീൻ വിഴുങ്ങി. ആ മീനിനെ ഒരു മുക്കുവൻ പിടിച്ച് ജര എന്ന വേടന് വിറ്റു. ആ മീനിനെ മുറിച്ചപ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് ജര ഒരു ശരം നിർമ്മിച്ചു. കൃഷ്ണൻ്റെ സന്തത സഹചാരിയും
ഉത്തമ സുഹൃത്തുമായിരുന്ന ഉദ്ധവർക്ക് കൃഷ്ണന്റെ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി എന്നറിയാമായിരുന്നു. ഒരു ദിവസം ഉദ്ധവർ കൃഷ്ണന്റെ അടുത്ത് ചെന്ന്, എനിക്ക് അങ്ങയെ വേർപിരിയാനാവില്ല, അങ്ങില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങ് പോകുമ്പോൾ എന്നെ കൂടെ അങ്ങയുടെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കതിന് കഴിയില്ല, എൻ്റെ അവതാര ലക്ഷ്യം സാധിച്ചു, യാദവന്മാരും ഉടനെ നശിക്കും, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായി. ഞാൻ പോകുന്നതോടെ ഭൂമിയുടെ ഐശ്വര്യത്തിന് മങ്ങലേൽക്കും, അതോടെ കലിയുഗം ആരംഭിക്കും. അങ്ങ് എല്ലാ ആസക്തികളും ഉപേക്ഷിച്ച് എന്നിൽ തന്നെ ശ്രദ്ധയൂന്നിയാൽ മതി, അതിലൂടെ അങ്ങേക്ക് മോക്ഷം ലഭിക്കും. കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചതുപോലെ ഉദ്ധവൻ്റെ എല്ലാ സംശയങ്ങൾക്കും വിശദമായി മറുപടി നൽകി. അതാണ് ഉദ്ധവഗീത. സമയമാവുമ്പോൾ ഉദ്ധവന് വിഷ്ണുലോകത്തിലെത്താനാവുമെന്നും കൃഷ്ണൻ ഉറപ്പു നൽകി. പിന്നീട് ഉദ്ധവർ കൃഷ്ണനെ നമസ്കരിച്ച് ബദരികാശ്രമത്തിലേക്ക് യാത്രയായി. ദ്വാരകയിൽ നാൾക്കുനാൾ ദുർനിമിത്തങ്ങൾ കൂടിക്കൂടി വന്നു. അപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, വലിയ ദുർനിമിത്തങ്ങൾ ധാരാളം കാണുന്നുണ്ട്, അതിനാൽ നാം ദ്വാരക ഉപേക്ഷിച്ച് സാഗരതീർത്ഥത്തിലേക്ക് പോകണം. അതനുസരിച്ച് എല്ലാവരും സാഗരതീർത്ഥത്തിലെത്തി. യാദവന്മാർ കുളിച്ചു ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എല്ലാവരും മൈരയം എന്ന മദ്യം സേവിക്കാൻ തുടങ്ങി. മദ്യം സേവിച്ചപ്പോൾ അതുവരെയും ശാന്തരായിരുന്ന അവർ ഭ്രാന്തന്മാരെ പോലെ ബഹളം വെച്ചു. ആയുധങ്ങളോട് കൂടിയവർ അവ പരസ്പരം പ്രയോഗിക്കുകയും ചെയ്തു. മുന്നിൽ കാണുന്നവരെല്ലാം അവർക്ക് ശത്രുക്കളായിട്ടാണ് തോന്നിയത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം തീർന്നപ്പോൾ ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്ത് പരസ്പരം പ്രയോഗിച്ചു. തൽഫലമായി അവർ ശരീരം പിളർന്ന് വീണു തുടങ്ങി. അങ്ങനെ മുനിശാപത്താൽ ഏരകപ്പുല്ല് ദ്വാരകവാസികളുടെ നാശകാരണമായി. എന്നാൽ മരണസമയത്ത് കൃഷ്ണന്റെ മുഖം കാണാൻ കഴിഞ്ഞതിനാൽ ആർക്കും യാതൊരു വേദനയും ഉണ്ടായില്ല. കൃഷ്ണനെ കണ്ടു മരിക്കാൻ പുണ്യം ചെയ്ത യാദവന്മാർ ദേവന്മാരുടെ രൂപം ധരിച്ച് സ്വർഗത്തിലെത്തി. യാദവന്മാരെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ബലരാമൻ സമുദ്രതീരത്ത് ചെന്ന് അല്പനേരം യോഗസ്ഥനായി. പിന്നെ ദേഹം ഉപേക്ഷിച്ച് ഈശ്വരനിൽ ലയിച്ചു. ജ്യേഷ്ഠന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കൃഷ്ണൻ തൻ്റെ ഇടത്തെ തുടമേൽ മൃദുല പാദവും വെച്ച് ഒരു ആൽത്തറമേൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പണ്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ലോഹത്താൽ അസ്ത്രമുണ്ടാക്കിയ ജര എന്ന കാട്ടാളൻ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ആ കാട്ടിൽ കൂടെ വന്നത്. അവൻ ദൂരെ നിന്നും മരങ്ങളുടെ ഇടയിൽ കൂടി കൃഷ്ണന്റെ പാദം കാണാനിടയായി. ഞാൻ വരുന്നത് കണ്ടു പേടിച്ചു മറിഞ്ഞു നിൽക്കുന്ന മാനിൻ്റെ മുഖമാണല്ലോ അത് എന്ന് കരുതി അവൻ തൊടുത്തുവിട്ട ബാണം കൃഷ്ണന്റെ കാലിൽ ചെന്ന് തറച്ചു. കാട്ടാളൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് അത് കൃഷ്ണനാണെന്ന് മനസ്സിലായത്. അതിയായ ദുഃഖത്തോടെ കാൽക്കൽ ഭയന്നു നിൽക്കുന്ന കാട്ടാളനോട് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായതാണ് നീ ഇപ്പോൾ ചെയ്തത്. പേടിക്കണ്ട, നീ ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അത് കേട്ട് ഭയന്നീങ്ങിയ കാട്ടാളൻ സ്വർഗത്തിലെത്തുകയും ചെയ്തു. കൃഷ്ണന്റെ തേരാളിയായ ദാരുകൻ കൃഷ്ണനെ കാണാതെ പല ദിക്കിലും അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് സുഗന്ധമുള്ള ഒരു കാറ്റ് വീശിയത്. അയാൾ ആ കാറ്റിൻ്റെ ഗതി അന്വേഷിച്ചു ചെന്നപ്പോൾ ദൂരെ കൃഷ്ണനെ കണ്ട് ഓടിച്ചെന്നു. ദാരുകൻ കരഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ കാൽക്കൽ വീണ്ടു പറഞ്ഞു, അങ്ങയെ കാണാതെ ഞാൻ അളവറ്റ ദുഃഖത്തിലായി. വംശം ഒന്നാകെ മുടിഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ വിചാരം എന്താണെന്ന് പറഞ്ഞാലോ? ഈ അവസരത്തിൽ അയാളുടെ തേര് ആകാശത്തേക്ക് ഉയർന്നുപോയി. അതുകൊണ്ട് നടങ്ങിയ ദാരുകനോട് കൃഷ്ണൻ പറഞ്ഞു, നീ ദ്വാരകയിൽ ചെന്ന് മറ്റുള്ളവരെല്ലാം മരണപ്പെട്ടവരും പറയൂ, ജ്യേഷ്ഠനും സ്വർഗത്തിലെത്തി. ഞാൻ ഇങ്ങനെ ആയതും പറയുക. ഇനി ആരും ദ്വാരകയിൽ ഇരിക്കരുത്. അത് ഇപ്പോൾ തന്നെ സമുദ്രം വന്ന് നശിപ്പിക്കും. സ്ത്രീകളോടൊപ്പം എല്ലാവരും വേഗത്തിൽ ഇവിടേക്ക് വരണം. അർജുനനോട് നമ്മുടെ വജ്രനെ രാജാവാക്കാൻ പറയൂ. ബാക്കിയുള്ള ജനങ്ങളെല്ലാം രക്ഷിക്കണമെന്നും പറയണം. ഇതെല്ലാം കേട്ട് ദുഃഖിതനായ ദാരുകൻ അവിടെ നിന്നും പോയി. അപ്പോൾ മഹർഷിമാരോടൊപ്പം ബ്രഹ്മാവ് കൃഷ്ണന്റെ മുന്നിലെത്തി. ഒപ്പം ശിവനും പാർവതിയും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ഉണ്ടായിരുന്നു. സന്തുഷ്ടനായ കൃഷ്ണൻ വന്ദിച്ചു നിൽക്കുന്ന ദേവന്മാരെയെല്ലാം താൽപ്പര്യപൂർവ്വം നോക്കി. അതിനുശേഷം അദ്ദേഹം സ്വസ്തികാസനത്തിലിരുന്ന് സമാധിയിൽ ലയിച്ചു. ദേവന്മാർ നോക്കുന്നതിനിടയിൽ കോമളമായ ശരീരം ഭസ്മമായി തീർന്നു. എല്ലാ ദേവന്മാരും ആ ഭസ്മത്തെ നമസ്കരിച്ച ശേഷം തിരിച്ചുപോയി. ദ്വാരകയിൽ ദേവകിയും മറ്റും കൃഷ്ണനെ കാണാത്തതിനാൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ദാരുകൻ അവിടെ എത്തി. എന്നാൽ അയാളുടെ മുഖം കണ്ട് ഭയപ്പെട്ട ദേവകി മകനെ അന്വേഷിച്ചു. ദാരുകൻ വല്ലാതെ പരവശനായി നിന്നു. അതിനാൽ ദുഃഖത്തോടെ ദേവകി വീണ്ടും വീണ്ടും ചോദിച്ചു. ദാരുകനാകട്ടെ ജീവിതം വെടിഞ്ഞതുപോലെ ഭൂമിയിൽ വീണു കരയാൻ തുടങ്ങി. അതിനിടയിൽ കൃഷ്ണന്റെ വിവരങ്ങളെല്ലാം ഒരുവിധം ധരിപ്പിച്ചു. കൃഷ്ണൻ തന്നോട് പറഞ്ഞതെല്ലാം ദാരുകൻ അർജുനനോടും പറഞ്ഞു. ഈ സമയത്ത് ദേവകിക്കുണ്ടായ വേദന എത്രയാണെന്ന് പറയാനാവില്ല.
രുക്മിണി തുടങ്ങിയ ദേവിമാരുടെ ദുഃഖമാകട്ടെ അതിലും ഏറെയായിരുന്നു. കൃഷ്ണ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വൃഷ്ണികൾ കരയുമ്പോൾ പാരിജാതം വേരോടുകൂടി മേലോട്ട് പോയി. അതുകണ്ട് സ്ത്രീകളും കുട്ടികളും വാവിട്ട് കരഞ്ഞു. അതിനുശേഷം എല്ലാവരും യുദ്ധഭൂമിയിലേക്ക് ചെന്നു. അവിടെ അർജുനൻ നിർമ്മിച്ച ചിതയിൽ സ്ത്രീകൾ ചാടി. അതോടുകൂടി അവർ സ്വർഗത്തിലെത്തുകയും ചെയ്തു. മരിച്ചവർക്ക് മുഴുവൻ അർജുനൻ ശേഷക്രിയ നടത്തി. അപ്പോഴേക്കും സമുദ്രം വന്ന് ദ്വാരകയെ ആഴ്ത്തിക്കളഞ്ഞു. ദുഃഖിതനായ പാർത്ഥൻ ദ്വാരകയിൽ ബാക്കിയുണ്ടായിരുന്ന സ്ത്രീകളെയും കൊണ്ട് തൻ്റെ വസതിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ചില കാട്ടാളന്മാർ ഓടി വന്ന് രോഗം പിടിപെട്ട സിംഹത്തെ നായ്ക്കൾ നേരിടുന്നത് പോലെ അർജുനനെ എതിർത്തു. കോപിഷ്ഠനായ അർജുനൻ അവരെ നേരിടാനൊരുങ്ങി. എന്നാൽ അസ്ത്രങ്ങൾ ഒന്നും ഓർമ്മയിൽ വന്നില്ല. മനസ്സും നേരെയല്ലാതെയായി. എന്തിനു പറയുന്നു, വില്ലു കുലയ്ക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാട്ടാളന്മാർ ആ സ്ത്രീകളെയെല്ലാം കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ സ്ത്രീകളെ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്തവനായി പോയല്ലോ. പോതലായി കഴിഞ്ഞ ഒരു മരം പോലെ ഞാൻ ഭൂമിയിൽ കഴിയേണ്ടതില്ല എന്ന് വിചാരിച്ച് അർജുനൻ വലിയ ദുഃഖവും നിരാശയും കൊണ്ട് പോകുമ്പോൾ വ്യാസമഹർഷി വരുന്നത് കണ്ടു. അർജുനൻ ഉടൻ തന്നെ മഹർഷിയുടെ കാൽക്കൽ വീണ് തൻ്റെ ദുഃഖങ്ങളെല്ലാം അറിയിച്ചു. അതെല്ലാം കേട്ട മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ശരീരത്തിൽ 8 വളവുകളുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. പണ്ടൊരിക്കൽ ഈ സ്ത്രീകൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചിരിക്കുകയുണ്ടായി. അതിനാൽ അദ്ദേഹം അവരെ ശപിച്ചതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇതൊന്നും നിന്റെ കഴിവുകേട് കൊണ്ടല്ല. ഏതായാലും നീ ദുഃഖിക്കേണ്ട. കൃഷ്ണനെ വേർപിരിഞ്ഞതിനുള്ള ദുഃഖം കൊണ്ടല്ലേ നീ വീണ്ടും കണ്ണുനീർ തൂകിയത്. യാദവന്മാരുടെ നാശവും ദ്വാരകയുടെ പതനവും നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അജ്ഞാനികളെപ്പോലെ വിവരമുള്ള നീ ദുഃഖിക്കരുത്. ആകാശം പോലെ പരിശുദ്ധനായ ദേവന് ജന്മവും കർമ്മവും നന്മയും തിന്മയും മറ്റുമുണ്ടോ? ഭാരതയുദ്ധം തുടങ്ങുമ്പോൾ കൃഷ്ണൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെള്ളത്തിലെ വര പോലെ ആയിപ്പോയല്ലോ. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ പറ്റി ചിന്തിക്കൂ. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് വ്യാസൻ പാർത്ഥൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കി. ഹരേ കൃഷ്ണ.